Hello. Hi, good evening, everyone. അപ്പോൾ നമ്മൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു 1 minute ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. Then we can start. Okay. So if you have NCERT textbook, just open it. NCERT book ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് വെക്കുക. NCERT ആണെങ്കിൽ പേജ് നമ്പർ 69 ഓപ്പൺ ചെയ്ത് വെക്കുക. Okay. Okay, good evening all. Okay, then we can start. ആളുകൾ വന്നു തുടങ്ങുന്നു. നമുക്ക് ജസ്റ്റ് ഇപ്പം നമ്മൾ 2 minutes over. Okay, so welcome to Principles of Inheritance and Variation. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് ജെനറ്റിക്സിൽ രണ്ട് ചാപ്റ്ററാണ് വരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പം നമ്മൾ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ യു നോ വൺ തിങ്, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ മൊത്തം പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ വൺ തിങ് ഈസ് വെരി ക്ലിയർ. ഔട്ട് ഓഫ് 90 ക്വസ്റ്റ്യൻസ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന 90 ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഒരു 10% ക്വസ്റ്റ്യൻ, ഇതൊരു പ്രഡിക്ഷൻ ഒന്നും അല്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ജെനറ്റിക്സ് നിന്ന് എവറി ഇയർ 10% ഓഫ് ക്വസ്റ്റ്യൻ ജെനറ്റിക്സ് നിന്ന് കാണാറുണ്ട്. ഈ 10% എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്നത് 90 ക്വസ്റ്റ്യൻസിൽ 9 to 10, ബട്ട് യു നോ ലാസ്റ്റ് ഇയർ ഇറ്റ് ഈസ് 12, ബിഫോർ ലാസ്റ്റ് ഇയർ ഇറ്റ് ഈസ് 13. അപ്പം ക്വസ്റ്റ്യന്റെ എണ്ണം ഒരു 10ൽ കുറയാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് ഇയർ 4 ആണ് ചോദിച്ചത്, മോളിക്കുലാർ ബേസിസ് 8 ക്വസ്റ്റ്യൻ വന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇനി ഹൗ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പഠിക്കണം. അതിനുശേഷം നോൺ മെന്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ്. അതിനുശേഷം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, അതിന് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ. ആരാണ് ക്രോമസോമൽ തിയറിക്ക് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നൽകിയത്? കമോൺ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ബോക്സിലൊക്കെ കമന്റ് അടിക്കാം. എല്ലാവരും ഹായ് അടിക്കുന്നൊക്കെ ഉണ്ട്. ഹൂ എക്സ്പെരിമെന്റലി വെരിഫൈ ദ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? ഇപ്പോൾ ഉള്ള ആളുകൾക്ക് കമന്റ് ചെയ്യാം. ആരാണെന്ന് പറയാൻ പറ്റും? കമോൺ, ആരും ടൈപ്പ് ചെയ്യുന്നില്ല. സൗണ്ട് കുറച്ച് കൂട്ടുമോ? സൗണ്ട് ക്ലാരിറ്റി ഇല്ല എന്നാണോ പറയുന്നത്? സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ മക്കളെ? അപ്പൊ ആരും തന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ആരാണ് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നൽകിയെന്ന് പറയുന്നില്ല. അത് തോമസ് ഹണ്ട് മോർഗൻ ആണ് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നൽകിയത്. എന്നിട്ട് അദ്ദേഹം എന്ത് പ്രപ്പോസ് ചെയ്തു? ലിങ്കേജ്. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് സൗണ്ട് കുറവാണെന്ന് പറയുന്നു. നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് കൂട്ടാൻ. ഓക്കെ, അപ്പൊ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാപ്റ്ററിന്റെ ഒരു ഓർഡറിലേക്ക് പോകുമ്പോൾ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കാറുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യെസ് ഓഫ് കോഴ്സ് മ്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജെനറ്റിക് ഡിസോർഡേഴ്സും പെഡിഗ്രി അനാലിസിസും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് വെരി ഗുഡ്. അപ്പോ ഷഹിലാദി പറഞ്ഞിട്ടുണ്ട് TH മോർഗൻ ആണ്. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്. അപ്പൊ മോർഗൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. ചാപ്റ്റർ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ചില ടേംസ് പഠിക്കാൻ. നമ്മൾ ചോദിക്കുന്ന ചാപ്റ്ററിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. കാരണം ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസത്തിൽ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും, സംതിങ് ഈസ് ഹിഡൻ എന്ന് വെച്ചാൽ പാരന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് കാണിക്കുന്ന ചോദ്യം കാണും നിങ്ങൾക്ക് 69. ഹൗ യു ആർ വണ്ടർ ദാറ്റ് വൈ ആൻ എലിഫന്റ് ഓൾവേസ് ഗിവ് ബർത്ത് ടു ബേബി എലിഫന്റ്? എന്തുകൊണ്ട് ആനയ്ക്ക് ആനക്കുട്ടി ഉണ്ടാകും? ഇത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിന് ആനക്കുട്ടി ഉണ്ടാവാൻ കാരണം എന്താ? നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം മെൻഡൽസിന്റെ ലോസിലേക്ക് പോകുന്നതിന് മുൻപ്. അതിന് കാരണം എന്താണ്? ആനയ്ക്ക് ആനക്കുട്ടി ഉണ്ടാവാൻ കാരണം ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്താണ്? ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ് is the process by which, ടെക്സ്റ്റിലേക്ക് നോക്കാം അല്ലെങ്കിൽ PPT-യിലേക്ക് നോക്കാം. ഇൻഹെറിറ്റൻസ് is the process by which transmission of character from parents to progeny.
ഒരു കാര്യം മനസ്സിലാക്കാം, ഇൻഹെറിറ്റൻസ് ഇസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. നമ്മൾ ഇത് വരുന്നത്, ഈ ചാപ്റ്റർ വരുന്നത് നിങ്ങൾക്കറിയാം ജെനറ്റിക്സിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാം, മെന്റൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. അപ്പൊ ജെനറ്റിക്സ് എന്താണ്, വാട്ട് ഈസ് ജെനറ്റിക്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ്, പറയാം, സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വാരിയേഷൻ. ഹെറിഡിറ്റിയെ കുറിച്ചും വാരിയേഷനെ കുറിച്ചുമുള്ള സ്റ്റഡിക്കാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജെനറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വാരിയേഷൻ. അപ്പം എന്താണ് ഹെറിഡിറ്റി എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹെറിഡിറ്റി ഒരു പ്രൊഡക്റ്റ് ആണ്, അതിന്റെ പ്രോസസ് ആണ് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇൻഹെറിറ്റൻസ് ഇസ് ദ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് പാസ് ഫ്രം പാരന്റ്സ് ടു പ്രോജനി. ദെൻ വാട്ട് ഈസ് വാരിയേഷൻ? നിങ്ങൾക്കറിയാം, ആനയ്ക്ക് ആനക്കുട്ടി ഉണ്ടാവും, പട്ടിക്ക് പട്ടിക്കുട്ടി ഉണ്ടാവും, അല്ലെ മനുഷ്യന് മനുഷ്യക്കുട്ടി ഉണ്ടാവും, മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാവിന് തേങ്ങ ഉണ്ടാവുന്നത്? കാരണം നമുക്കറിയാം, പാരന്റ്സിന്റെ ക്യാരക്ടർ അതേപോലെ പ്രോജനിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇൻഹെറിറ്റൻസ് എന്നാൽ നിങ്ങൾക്കറിയാം, ഒരു പട്ടിക്ക് ഇപ്പൊ 3 പട്ടിക്കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3 പട്ടിക്കുട്ടികൾ തന്നെ ആയിരിക്കും, പക്ഷെ ഒരേപോലെ ആയിരിക്കും? നോ. ഇപ്പൊ പാരന്റ്സിൽ നിന്നും ഒരു വ്യതിയാനം കാണിക്കും, വാരിയേഷൻ കാണിക്കും. So what is variation? Variation എന്ന് പറഞ്ഞാൽ ടെക്സ്ച്വൽ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസസ് ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ഓഫ്സ്പ്രിങ്സ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. വാരിയേഷൻ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്, the degree by which progeny differ from their parents. The degree by which progeny differ from their parents. പാരന്റ്സിൽ നിന്നും progeny ഡിഫർ ആകുന്നതിന്റെ ആ തോതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാരിയേഷൻ. ഇതിനെക്കുറിച്ച്, ഇതിന് രണ്ടിനെയും കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്ത് വിളിക്കും? ജെനറ്റിക്സ്. Genetics is the study of inheritance or heredity and variation. Understand? അപ്പൊ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട 2 വാക്കാണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. ഇനി നമുക്ക് അടുത്തേക്ക് പോകേണ്ടത്, ഒരു കാര്യം ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നു, ഈ ജെനറ്റിക്സ് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ജെനറ്റിക്സ് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മെന്റേലിയൻ കാലഘട്ടത്തിൽ. മെന്റേലിയൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1850s ആണ് ജെനറ്റിക്സ് ഒരു സയന്റിഫിക് ബ്രാഞ്ച് ആയിട്ട്. എന്നാൽ നമുക്കറിയാം, അതിനും എത്രയോ മുമ്പ്, ഒരു 8000 or 1000 years back, ഒരു 8000 അല്ലെങ്കിൽ 1000 വർഷം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, മനുഷ്യന് ഇൻഹെറിറ്റൻസിന്റെയും വാരിയേഷന്റെയും പ്രാക്ടിക്കൽ നോളജ് അറിയാൻ പറ്റും. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യൻ സൗണ്ട് ലക്ഷം കമ്മിയാന്ന് പറയുന്നത് സൗണ്ട്. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? വൈൽഡ് വെറൈറ്റീസിൽ നിന്നും ഫേവറബിൾ വാരിയേഷൻ സെലക്ട് ചെയ്തിട്ട് ന്യൂ വെറൈറ്റീസിന് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ, ഡൊമസ്റ്റിക്കേഷൻ, അല്ലെ? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയും ഡൊമസ്റ്റിക്കേഷൻ വഴിയും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, പേജ് മറിക്കുമ്പോൾ കാണാം. വൈൽഡ് കവിൽ നിന്നും ആർട്ടിഫിഷ്യൽ സെലക്ഷനും ഡൊമസ്റ്റിക്കേഷനും വഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഏതാണ് മക്കളെ അത്? സഹീവാൽ കൗ ഓഫ് പഞ്ചാബ്. പഞ്ചാബിലെ സഹീവാൽ കവിനെ കുറിച്ചാണ്. ഇനി നമുക്ക് മെന്റലിന്റെ തിയറീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് മെന്റലിന്റെ തിയറീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ടേംസിലേക്ക് നിങ്ങളൊന്ന് നോക്കുന്ന സ്ക്രീനിലേക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം, മെന്റൽ, ഇന്ന് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നതിന് മെന്റൽ എന്താ വിളിച്ചിരുന്നത്? ഫാക്ടർ എന്ന് വിളിച്ചത്. ഫാക്ടറിനെ കുറിച്ച് മെന്റൽ എന്ന് പറയുന്നത്, ഫാക്ടറിന്റെ ഡെഫിനിഷൻ കാണാൻ നിങ്ങൾ പേജ് നമ്പർ 75 എടുക്കുക. ലോ ഓഫ് ഡോമിനൻസിന്റെ പേജ് എടുക്കുക. ലോ ഓഫ് ഡോമിനൻസിന്റെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാം, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കാൾഡ് ഫാക്ടേഴ്സ്. ഡിസ്ക്രീറ്റ് യൂണിറ്റ് കാൾഡ് ഫാക്ടേഴ്സ്. അപ്പം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റിനെ വിളിക്കുന്ന ഫാക്ടർ. ഈ ഫാക്ടറിന് നമ്മൾ എന്ത് വിളിക്കും? ജീൻസ്. അപ്പൊ എന്താ ജീൻ? ജീൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജീൻ ഈസ് ദ basic unit of inheritance. Gene is the basic unit of inheritance. It consists of information for the expression of a character. ഒരു ജീൻ, അപ്പൊ ഫാക്ടേഴ്സ് ഒക്കെ ഒരു പെയർ എന്നാ പറയും. അപ്പൊ ഫാക്ടേഴ്സ് പെയർ ആയിട്ടാണ് നിൽക്കുക എന്ന് മെന്റൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നു. അതിന് നമുക്ക് എന്ത് വിളിക്കാം? അല്ലിൽസ്. അപ്പൊ എന്താ അല്ലിൽസ്? ഒരു ജീനിന്റെ ഡിഫറെന്റ് കോപ്പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലിൽസ്. അപ്പൊ അല്ലിൽസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, വാട്ട് ആർ അല്ലിൽസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കോപ്പീസ് ഓഫ് ദ സെയിം ജീൻ എന്ന് പറയും. ഇപ്പൊ മക്കളെ സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാമോ? ഒന്ന് കമന്റ് ചെയ്താൽ മതി. സൗണ്ട് നേരത്തെ കുറവാണെന്ന് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ സൗണ്ട് കേൾക്കാമോ? ഞാൻ ഈ തുടക്കമായതുകൊണ്ടാണ് സ്ലോ ആക്കുന്നത്. നമുക്കിനി ഒന്ന് സ്പീഡിലേക്ക് പോകാം. അപ്പൊ അല്ലിൽസ് എന്താന്ന് മനസ്സിലായി കാണും. അപ്പൊ അല്ലിൽസ് എന്താണ്? ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ, അല്ലെ? ഈ അല്ലിൽസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ടോൾ, ഈ ടോൾനെസ് നമ്മൾ എങ്ങനെ കാണിക്കാം? ക്യാപിറ്റൽ ടി എന്ന് കാണിക്കാം. ഇങ്ങനെ അല്ലിൽസ് ഓഫ് എ പെയർ ആർ സിമിലർ ആണെങ്കിൽ നമ്മൾ ഇത് വിളിക്കും ഹോമോസൈഗസ്. അത് ഈ ടേംസ് ഒക്കെ മനസ്സിലാക്കാം. ഹോമോസൈഗസ്. അപ്പൊ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതെല്ലാം ഹോമോസൈഗസ്. എന്താ ഹോമോസൈഗസ്?
alleles or factors of a pair are similar. എന്നാൽ at the same time നമുക്ക് ടോൾ എന്ന് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതെന്താണ്? alleles of a pair are dissimilar. ഇതിനെന്ത് വിളിക്കും? ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹെറ്ററോസൈഗസ്. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതില് ഹോമോസൈഗസ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഡോമിനന്റ് ട്രേറ്റ് ഹോമോസൈഗസുമോ ഹെറ്ററോസൈഗസുമോ. കാരണം ഈ ടോൾ എന്ന ക്യാരക്ടർ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയാം. എന്നാൽ റെസിസ്റ്റീവ് ക്യാരക്ടർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അതൊന്ന് ഓർക്കുക. അപ്പം ഹോമോസൈഗസ് ഹെറ്ററോസൈഗസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ വിച്ച് സിമിലർ അലീൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോസൈഗസ് എന്ന് വിളിക്കും, ഡിഫറെന്റ് അലീൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഡോമിനന്റ്, റെസിസ്റ്റീവ്, ഫിനോടൈപ്പ്, ജീനോടൈപ്പ് ഇതൊക്കെ അറിയാം. എന്ത് ഡോമിനൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദ ക്യാരക്ടർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ക്യാരക്ടർ നമ്മൾ ഡോമിനന്റ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് റെസസീവ് ക്യാരക്ടർ? റെസസീവ് എന്ന് വെച്ചാൽ ദ ക്യാരക്ടർ വിച്ച് ഈസ് സപ്രസ്ഡ് എന്ന് പറയുന്നതിനേക്കാൾ ദ ക്യാരക്ടർ വിച്ച് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ്. ഇപ്പൊ ടോളും ഡ്വാർഫും ക്യാപിറ്റൽ ടി ഡോമിനന്റ് ഫാക്ടർ ആണ്, സ്മോൾ ടി റെസസീവ് ഫാക്ടർ ആണ് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ അതില് ഒരു ഫാക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ ഡോമിനന്റ് എന്നും എക്സ്പ്രസ് ചെയ്യാത്തതിന് നമ്മൾ എന്ത് വിളിക്കും? റെസസീവ് എന്ന് വിളിക്കും. അപ്പൊ ഇനി വാട്ട് ഈസ് ഫീനോടൈപ്പ്? എന്താണ് ഈ ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ physical expression of a character. The size, the shape, color ഒക്കെയാണ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഒബ്സർവബിൾ ക്യാരക്ടർ എന്ന് വിളിക്കാം. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് കോമ്പോസിഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ജീനോടൈപ്പ്. ഈ ജീനോടൈപ്പ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചായിരിക്കും. ഇനി നമുക്ക് നേരെ മെൻഡലിന്റെ തിയറീസിലേക്കാണ് കടക്കുന്നത്. ഗ്രിഗർ ജോൺ മെൻഡൽ, യു നോ ദാറ്റ്, ഫാദർ ഓഫ് ജെനറ്റിക്സ്. മെൻഡലിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1822 to 1884 ആണ്. മെൻഡൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഡൽ 7 years മെൻഡൽ കണ്ടക്ട് എക്സ്പെരിമെന്റ്സ്. ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. മെൻഡൽ 7 years മെൻഡൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ 7 years മെൻഡൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം 1856 to 63 ആണ് മെൻഡൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 1856 to 63 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഈ 7 years മെൻഡൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. എന്ത് ഉപയോഗിച്ചിട്ട്? മെൻഡൽ യൂസ് ഗാർഡൻ പീ ആസ് എ സ്പെസിമെൻ. മെൻഡൽ 7 years എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ഗാർഡൻ പീ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഗ്രീൻ പീസ് ഗാർഡൻ പീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സയന്റിഫിക് നെയിം പൈസൻ സെറ്റൈവ. ഏതാ ഫാമിലി ഫെബേസിയൻ ഫാമിലിയാണ്. ഗാർഡൻ പീയുടെ ക്രോമസോം നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഗാർഡൻ പീയുടെ ക്രോമസോം നമ്പർ 2n = 2. Come on, 14 ആണ്. 7 pairs ആണ് ഗാർഡൻ പീയുടെ ക്രോമസോം നമ്പർ. അപ്പൊ മെൻഡൽ എന്തുകൊണ്ട് ഗാർഡൻ പീ സെലക്ട് ചെയ്തു? അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ വേഗം നമുക്ക് പോകാം. നമ്മൾ റാപ്പിഡ് റിവിഷൻ ആകുമ്പോൾ വേഗം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. മെൻഡൽ എന്തുകൊണ്ട് ഗാർഡൻ പീ സെലക്ട് ചെയ്തു? വളരെ ഈസി ടു പോളിനേറ്റ്. ഇതൊരു ആനുവൽ പ്ലാന്റ് ആണ്. ഈസി ടു പോളിനേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഈസി ടു കൾട്ടിവേറ്റ് ചെയ്യാൻ ഈസിയാണ്. സെവറൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അവൈലബിൾ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ മെൻഡൽ എത്ര ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തു? മെൻഡൽ സെലക്ട് ചെയ്തത് നമുക്കറിയാം, മെൻഡൽ സെലക്ട് 7 ക്യാരക്ടർ ആണ്. എന്ന് വെച്ചാൽ എത്ര ട്രേറ്റ്? 14 ട്രേറ്റ്സ്. ഒരു ക്യാരക്ടറിന്റെ ആൾട്ടർനേറ്റീവ് ഫോംസിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ട്രേറ്റ്, മലയാളത്തിൽ ഗുണം എന്ന് വിളിക്കും. അപ്പൊ 7 ക്യാരക്ടറും 14 ട്രേറ്റ് അല്ലെങ്കിൽ 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 70 കൊടുത്തിട്ടുണ്ട്. അതവിടെ കാണാം. ഏതൊക്കെയാണത്? സ്റ്റെം ഹൈറ്റ് എടുത്തിട്ടുണ്ട്, ടോൾ ആൻഡ് ഡ്വാർഫ് അതിന്റെ ട്രേറ്റ്, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ആൻഡ് ടെർമിനൽ, ഫ്ലവർ കളർ വൈറ്റ്, പിന്നെ പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ്, പിന്നെ പോഡ് കളർ ഗ്രീൻ ആൻഡ് യെല്ലോ, then seed shape round and wrinkled, seed color yellow and green. ഇവിടെ ശ്രദ്ധിക്കണം, അതിൽ സ്റ്റെമ്മിൽ വെച്ച് ഒരു ക്യാരക്ടർ, ഫ്ലവറിൽ വെച്ച് 2 ക്യാരക്ടർ പൊസിഷനും കളറും, പോഡ് വെച്ച് 2 ക്യാരക്ടർ പോഡിന്റെ ഷേപ്പും കളറും, ആൻഡ് സീഡ് വെച്ച് 2 ക്യാരക്ടർ. ടോട്ടൽ 7 ക്യാരക്ടേഴ്സ് ആണ് മെൻഡൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. 7 പ്ലാന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ മെൻഡൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസ് നടത്തിയിട്ടുണ്ട് അല്ലെ? മെൻഡൽ ക്രോസ് നടത്തിയത് എന്തൊക്കെയാ? ഇൻഹെറിറ്റൻസ് ഓഫ് 1 gene എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ വെച്ച് മെൻഡൽ ക്രോസ് നടത്തിയിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ക്രോസ് ഏതാണ്? മോണോഹൈബ്രിഡ് ക്രോസ്. 2 ക്യാരക്ടർ വെച്ച് മെൻഡൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടർ വെച്ചുള്ള ക്രോസ് ഏതാണ്? ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്രോസ്, ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ മെൻഡലിന്റെ ക്രോസസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മെൻഡലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ മെൻഡലിന്റെ ക്രോസിന് പ്രത്യേകത ഉണ്ട്. മെൻഡൽ സെലക്ട് ചെയ്തത് ട്രൂ ബ്രീഡിംഗ് പാരന്റ്സ്. ട്രൂ ബ്രീഡിംഗ്
ജനറ്റിക്കലായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം ട്രൂ ബ്രീഡിംഗ് മീൻസ് എന്താ ട്രൂ ബ്രീഡിംഗ് എന്ന് വെച്ചാൽ ട്രൂ ബ്രീഡിംഗ് മീൻസ് ഹോമോസൈക്സ്. ഹോമോസൈക്സ് മെന്റൽ ട്രൂ ബ്രീഡിംഗ് പാരന്റ്സിനെ എങ്ങനെ സെലക്ട് ചെയ്തു? ബൈ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ. അപ്പൊ മെന്റൽ ആദ്യം പാരന്റ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മെന്റൽ ആദ്യം പാരന്റ്സിനെ സെലക്ട് ചെയ്തു. പാരന്റ് ആരാ? ട്രൂ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്യൂർ ലൈൻ. They produce the same character. അതിനെങ്ങനെയാണ്? സെൽഫ് പോളിനേഷൻ വഴി ട്രൂ ബ്രീഡിംഗ് പാരന്റ്സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ പാരന്റ്സിനെ മെന്റൽ എന്താ ചെയ്തത്? ക്രോസിംഗ് ആണ് നടത്തിയത്. ക്രോസ് പോളിനേഷൻ ആണ് നടത്തിയത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഫെബേസിയ ഒരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് പോളിനേഷൻ ആണ് ചാൻസ്. പിന്നെ എങ്ങനെയാണ് മെന്റൽ ക്രോസ് പോളിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത്? പേജ് നമ്പർ 75 നോക്കാം. അല്ലെങ്കിൽ എവിടെ കണ്ടേ? മോണിറ്ററിൽ കണ്ടേ? ഫോർ എക്സാമ്പിൾ ഒരു വയലറ്റ് ഫ്ലവർ ബൈസെക്ഷൽ ആണെന്ന് പറയാം. അപ്പൊ അവിടെ ഒരു വയലറ്റ് ഫ്ലവേർഡ് പ്ലാന്റിനെ ഒരു വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. വയലറ്റ് ആണ് ഫീമെയിൽ ആയിട്ട് എടുക്കേണ്ടത്. നമുക്കറിയാം ഫെബേസിയയിൽ വരുന്ന ഗാർഡൻ ബീയിലും മെയിലും ഫീമെയിലും ഇല്ല, അത് സെയിം ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അതിന് വയലറ്റ് ഫ്ലവറിനെ ഫീമെയിൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇമാസ്കുലേഷൻ നടത്തി. ഇമാസ്കുലേഷൻ നടത്തിയിട്ട് ഇമാസ്കുലേഷൻ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ആന്തർ. റിമൂവ് ചെയ്തു. അതപ്പോ എന്താണ്? ഇമാസ്കുലേറ്റഡ് ഫ്ലവർ ഫീമെയിൽ ആണ്. പിന്നെ മെയിൽ ആയിട്ട് എടുത്തത് വൈറ്റ് ഫ്ലവർ. മെയിൽ ആയിട്ട് എടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മെയിലിൽ നിന്ന് പോളൻ ഗ്രെയിൻ അതിന്റെ സ്റ്റിഗ്മയിലേക്ക് ഷെഡ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജെർമിനേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ മെന്റൽ പാരന്റ്സിനെ എടുക്കുന്നു. പാരന്റ്സിനെ ക്രോസ് പോളിനേഷൻ നടത്തുന്നു. ആ പാരന്റ്സിനെ ക്രോസ് പോളിനേഷൻ നടത്തി F1 പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാട്ട് ഈസ് F1? ഫസ്റ്റ് ഫിലൈൽ ജനറേഷൻ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? F1നെ സെൽഫിംഗ് നടത്തുന്നു. F1നെ സെൽഫ് പോളിനേഷൻ ആണ് നടത്തുന്നത്. ആ F1നെ സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് ഇമാസ്കുലേഷൻ നടത്തിയെന്നതാ പറയുന്നത്. വെരി ഗുഡ്. നല്ല കുട്ടികൾ അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇടയ്ക്ക് കമന്റ് ബോക്സിലേക്ക് നോക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ തന്നെ നോക്കുകയാണ്. F1നെ സെൽഫ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? F2. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് F2നെ ബേസ് ചെയ്തിട്ടാണ് മെന്റൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോസസ്സും ചെയ്തിരിക്കുന്നത്. ഐ മീൻ എല്ലാ റിസൾട്ടും അനലൈസ് ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹം മെന്റൽ ഫേമസ് ആയിട്ടുള്ള 3 ലോസ് പ്രപ്പോസ് ചെയ്തു. ഏതൊക്കെ മക്കളെ മെന്റലിന്റെ 3 ലോസ്? അപ്പൊ 7 years മെന്റൽ എക്സ്പെരിമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. 7 years എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത ശേഷം 1865 മെന്റൽ പബ്ലിഷ് ചെയ്തു. മെന്റൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 1865 മെന്റൽ പബ്ലിഷ് റിസൾട്ട്. പ്രധാനമായിട്ടും 3 ലോസ് ആണ് പബ്ലിഷ് ചെയ്തത്. മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങളെ കമന്റ് ബോക്സിലൊക്കെ നിനക്ക് എഴുതി വിട്ടാൽ മതി, കുഴപ്പമില്ല. ഏതാണ് ഫസ്റ്റ് ലോ? വെരി ഗുഡ്. അതായിരുന്നു ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ ഞാൻ എഴുതുന്നില്ല. ഫസ്റ്റ് ലോ, ലോ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലോ, ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ മറ്റൊരു പേര് പറയും ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്. ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ് എന്ന് വിളിക്കും. പിന്നെ തേർഡ് വൺ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താ നിങ്ങളുടെ ചോദ്യം? ഇപ്പൊ കാണുന്ന കുട്ടികൾ പാർട്ടിസിപ്പൻസ് കുഴപ്പമില്ല. അപ്പൊ പറ, ഈ 3 ലോസിൽ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതില് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും, ഈ രണ്ടെണ്ണം ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടും ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡൈ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടുമാണ് സംഭവിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ട് എന്ന് വെച്ചാൽ മെന്റൽ ഗാർഡൻ ബിയിലാണ് ഇതൊക്കെ പറയുന്നത്. യൂണിവേഴ്സൽ എല്ലാ കേസിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ഏതാണ്? കമന്റ് ചെയ്യാം. ഏത് ലോ ആണ് ഇതില് യൂണിവേഴ്സൽ ആയിട്ട് അക്സെപ്റ്റൻസ് ഉള്ളത്? കമോൺ ഗൈസ്, ഏത് ലോ ആണ്? ഏത് ലോ? വെരി ഗുഡ്. ആരാ പറഞ്ഞിരിക്കുന്നത്? ഷാനിക പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് സെഗ്രിഗേഷൻ. മക്കൾ ശ്രദ്ധിക്കണം, ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്താണ് ഇപ്പൊ ലോ ഓഫ് ഡോമിനൻസിന്റെ പ്രശ്നം? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലോ ഓഫ് ഡോമിനൻസിന്റെ തേർഡ് പോയിന്റ്, പേജ് നമ്പർ 75. നമ്മൾ ലോ ഒക്കെ കാണും, നമ്മൾ അതൊക്കെ പിന്നെ നമ്മൾ പറയും. ലോ ഓഫ് ഡോമിനൻസിന്റെ തേർഡ് പോയിന്റ് നമുക്ക് എടുക്കാം. ലോ ഓഫ് ഡോമിനൻസിൽ മെന്റൽ പറയുന്നു ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കാൾഡ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ. തേർഡ് പോയിന്റ് എന്താണ്? ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ക്യാരക്ടർ ഓൺലി വൺ ക്യാരക്ടർ എക്സ്പ്രസ് എന്നാണ് മെന്റൽ പറയുന്നത്. ഇതല്ല ഇപ്പോഴും ശരിയല്ല. ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സിൽ ചിലപ്പോൾ രണ്ടും ഡോമിനേറ്റ് ചെയ്യും. എന്ത് പറയും അതിനെ? കോഡോമിനൻസ്. ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യില്ല, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസിന് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് അല്ലേ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, കോഡോമിനൻസ് ഉണ്ട്. അടുത്തത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. നിങ്ങൾക്ക് പറയാൻ പറ്റും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്?
ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം, പേജ് നമ്പർ 80, 80ാമത്തെ പേജ്. നമ്മൾ അതിലൊക്കെ കാണും, അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. 80ാമത്തെ പേജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം അതിന്റെ പേജ് നമ്പർ 80ന്റെ അതിലെ 13ാമത്തെ ലൈനിലേക്ക് നോക്കിയാൽ കാണാം. when two pairs of traits are combined in a hybrid, segregation of one pair of character is independent. ഇത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ പ്രശ്നം, ലിങ്കേജ് ക്ലോസ്ലി ലിങ്ക്ഡ് ആയ ജീനുകൾക്ക് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കണമെന്ന് നിർബന്ധമില്ല. അത് മോർഗൻ പറഞ്ഞതാണ്. കാരണം മെൻഡൽ നടത്തി അതേപോലെ ഒരു ക്രോസ് മോർഗൻ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൽ ചെയ്യുന്നു. പക്ഷെ മോർഗന് 9:3:1 റേഷ്യോ കിട്ടുന്നില്ല, മോർഗന് റീകോമ്പിനേഷൻ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹായ് മക്കൾ, എല്ലാവർക്കും ഹായ് ഉണ്ട്, എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ കാണ്ട് എക്സ്പ്ലെയിൻ ലിങ്കേജ് അപ്പൊ പറയുന്നുണ്ട്, ഷെഹിലാദി പറഞ്ഞു. അപ്പം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന് ലിങ്കേജിലുള്ള ജീനുകൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കണമെന്നില്ല. അപ്പൊ ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. അപ്പൊ നമുക്ക് മെൻഡലിന്റെ ഫസ്റ്റ് ക്രോസിലേക്ക് കിടക്കാം. അപ്പൊ മെൻഡലിന്റെ ഫസ്റ്റ് ക്രോസ് ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി നമുക്കറിയാം മെൻഡലിന്റെ കാലഘട്ടത്തിൽ ജീൻ എന്ന വാക്കില്ല, അല്ലേ? അത് പിന്നെ മെൻഡലിന്റെ ഒക്കെ മരണശേഷം ജൊഹാൻസൺ എന്ന സയന്റിസ്റ്റ് ആണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ എന്നാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ മീൻസ് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മെൻഡലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. ആ മോണോഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾക്കറിയാം, പാരന്റ് ആയിട്ട് നിങ്ങൾക്കറിയാം ഒരു ടോൾ പ്ലാന്റും ഒരു ഡോർഫ് പ്ലാന്റും ക്രോസ് ചെയ്യുന്നു. ടോള് ക്യാപിറ്റൽ ടി, ഡോർഫ് സ്മോൾ ടി. ഗ്യാമീറ്റ് നിങ്ങൾക്കറിയാം, ഏത് ലോ യൂസ് ചെയ്യണം? ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, പാരന്റില് 2 ഫാക്ടേഴ്സ്. അപ്പൊ 2 പാരന്റിൽ 2 ഫാക്ടർ ആകുമ്പോൾ F1നും സ്വാഭാവികമായിട്ടും 2 ഫാക്ടർ തന്നെ വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, during gamete formation factors of a pair will segregate. അപ്പൊ മെൻഡലിന്റെ ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് പറയുന്നത്, during gamete formation factors of a pair will segregate and a gamete receive only one factor from a pair, 50%. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾ ഈ പോയിന്റ് തന്നെ ശ്രദ്ധിച്ചു വെക്കുക. ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രകാരം ഒരു പെയർ ഫാക്ടർ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഇതാ വേറൊന്ന്, സ്മോൾ ടി ഗ്യാമേറ്റ് ഉണ്ടാകുന്നു. അപ്പൊ ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരേ ടൈപ്പ് ഗ്യാമേറ്റ് ആയിരിക്കും. അവ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നു, F1 ഉണ്ടായി, അല്ലേ? അപ്പൊ ലോ ഓഫ് സെഗ്രിഗേഷൻ മനസ്സിലായോ? അപ്പൊ എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്? അതിന് മുമ്പ് അത് മനസ്സിലാക്കണം. ലോ ഓഫ് സെഗ്രിഗേഷന്റെ ഫസ്റ്റ് ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പറയുന്നു, law of segregation, this law is based on the fact that alleles do not show any blending. Alleles ഒരു ബ്ലെൻഡിങ് കാണിക്കുന്നില്ല. മെൻഡൽ ഒപ്പീനിയൻ പ്രകാരം alleles discrete units ആണ്, വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായി നിൽക്കുന്ന യൂണിറ്റ്സ് ആണ്. അവ ഒരിക്കലും ഒരു ബ്ലെൻഡിങ്ങോ മിക്സിങ്ങോ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ factors or alleles of a pair will segregate and a gamete receive only one factor from a pair. എന്ന് വെച്ചാൽ 50%. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ അത് പ്രകാരം F1ൽ എന്തുണ്ടാകുന്നു? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതിന്റെ ഫീനോടൈപ്പ് എന്താണ്? ഇതിന്റെ ഫീനോടൈപ്പ് ടോൾ ആവും. ഇത് ഏത് ലോ പ്രകാരം? ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. F1 പ്രോജനി ഹെറ്ററോസൈഗസ് ആണ്, പക്ഷെ ടോൾ ഫിനോടൈപ്പ് കാണിക്കുന്നു. എന്താ കാരണം? ലോ ഓഫ് ഡോമിനൻസ്. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ഓൺലി വൺ ക്യാരക്ടർ ഡോമിനേറ്റ്. മനസ്സിലായിട്ടുണ്ട്? അപ്പൊ നമുക്ക് ഇനി അത് എന്ത് ചെയ്യണം? F1നെ സെൽഫിംഗ് നടത്തുന്നു, ആ F1 പ്ലാന്റ്സിനെ സെൽഫിംഗ് നടത്തുന്നു. ഇവിടെ ക്രോസ് പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ സെൽഫിംഗ് ആണ് നടത്തുന്നത്, സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ 2 ഗ്യാമേറ്റ് ഉണ്ടാവും, അല്ലേ? ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ്. അപ്പൊ ക്യാപിറ്റൽ ടി 1 ഗ്യാമേറ്റ്, സ്മോൾ ടി അനദർ ഗ്യാമേറ്റ്. ഹെറ്ററോസൈഗസ് ആയതുകൊണ്ട് നമ്മൾ 2 ഗ്യാമേറ്റും എടുക്കണം. ക്യാപിറ്റൽ ടി 1 ഗ്യാമേറ്റ്, സ്മോൾ ടി. ചെക്കർ ബോർഡ് വരയ്ക്കും. ഓരോ മെയിൽ ഗ്യാമേറ്റിനും ഓരോ ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ടും കൃത്യമായിട്ട് ഈക്വൽ പോസിബിലിറ്റി ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കും? പണ്ണറ്റ് സ്ക്വയർ ഓർ ചെക്കർ ബോർഡ്. പറ, who devised this checkerboard or Punnett square? Come on. Yes, Reginald C. Punnett ആണ്. അപ്പൊ റെജിനാൾഡ് അവിടെ എഴുതാം, റെജിനാൾഡ് സി പണ്ണറ്റ്. പണ്ണറ്റ് ആരായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, മറക്കരുത്. ഇവിടെയൊക്കെ ഫീൽഡ് ഓർക്കണം, സ്ഥലം ഓർക്കണം. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആണ്. പണ്ണറ്റ് ഈസ് എ ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പണ്ണറ്റ് ഒരു ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആണ്. അപ്പൊ പണ്ണറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ടി ടി ക്യാപിറ്റൽ ടി സ്മോൾ ആണ്, ക്യാപിറ്റൽ ടോൾ ആണ്, ഡ്വാർഫ് ആണ്. അപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്ര വരും? അപ്പൊ അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ, മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്.
ഈ 3:1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 കണക്കാക്കരുത്. ദാറ്റ് ഈസ് 3/4 1/4 എന്ന് വിചാരിക്കണം. 3/4 1/4 എന്ന് വിചാരിക്കണം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3/4 1/4 എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, F2-ല് മെന്റലിന് ടോട്ടൽ ലഭിച്ചത് 1064 പ്ലാൻസ് ആണ്. ആ 1064 പ്ലാൻസില് 787 ടോളും 277 ഡ്വാർഫുമാണ്. 787 ടോളും 277 ഡ്വാർഫും, ഇതാണ് റേഷ്യോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ഏതാണ്? 3:1. എന്നാൽ ജീനോട്ടിപ്പിക് റേഷ്യോയോ? ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത് എത്രയാണ്? ഇതാ നോക്കിക്കോളൂ. ഹോമോസൈഗസ് ടോൾ 1/4, ഹെറ്ററോസൈഗസ് ടോൾ 1/4 1/4 1/2, ഹോമോസൈഗസ് ഡ്വാർഫ് 1/. അപ്പം 1:2:1. ഈ 1:2:1 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 1/4:1/2:1/4. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മെന്റലിന് എങ്ങനെയാണ് ഈ ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ പറഞ്ഞു 787 ടോൾ 277 ഡ്വാർഫ്. അപ്പൊ 3:1 ആണെന്ന് അറിയാം, അല്ല മക്കളെ? അപ്പൊ പിന്നെ മെന്റലിന് എങ്ങനെയാണ് ഇത്? അപ്പൊ ഇത് 1:2:1 ആണെന്ന് മനസ്സിലാവുന്നത്. ഇവിടെയാണ് മെന്റൽ അദ്ദേഹത്തിന്റെ ആ ഒരു മാത്തമാറ്റിക്കൽ ലോജിക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നു അല്ലേ? മെന്റൽ പറയുന്നു F2 ജീനോടൈപ്പ് ഈസ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പൊ F2 ജീനോടൈപ്പ് എന്ന് പറയുന്നത് F1-ന്റെ പ്രോജനിയാണ് F2. അപ്പം 1:2:1 കിട്ടാൻ കാരണം അദ്ദേഹം പറയുന്നു ബൈനോമിയൽ എക്സ്പ്രഷൻ ഓഫ് AX + BY the whole square. എടോ, മെന്റലിന്റെ വലിയൊരു പരാജയം, മെന്റലിന്റെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന കാരണം എന്തായിരുന്നു? അത് നമ്മൾ പറയും. അല്ല, ഒന്ന് മെന്റൽ യൂസ് മാത്തമാറ്റിക്കൽ അപ്രോച്ചസ് എന്നാണ് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ AX + BY the whole square എന്ന് പറയുമ്പോൾ എന്താണിത്? ½ X capital T plus ½ small t the whole square അല്ലേ? എന്താണ് ഈ ½ capital T plus ½ small t? അത് നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ നോക്കിക്കേ, ഈ F2 എന്ന് പറയുന്നത് F1-ന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മെയിൽ ഗ്യാമേറ്റ് ആണെങ്കിലും ക്യാപിറ്റൽ T ഓർ സ്മോൾ t എത്ര ശതമാനം? 50%. ഹാഫ്. ഫീമെയിൽ ഗ്യാമേറ്റ് ആവുമ്പം ക്യാപിറ്റൽ T ഓർ സ്മോൾ t അതും എത്രയാണ്? 50%. അപ്പൊ മെന്റൽ പറയുകയാണ് F2 എന്ന് പറയുന്നത് 50%, ഹാഫ് ഓഫ് ക്യാപിറ്റൽ ടിയുടെയും ഹാഫ് ഓഫ് സ്മോൾ ടി. എന്താ കാരണം? മെയിൽ ഗ്യാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് വരുന്നത് ക്യാപിറ്റൽ T സ്മോൾ ടി ആണ്. അപ്പൊ 50% ക്യാപിറ്റൽ ടിയുടെയും 50% സ്മോൾ ടിയുടെയും സമ്മിന്റെ സ്ക്വയർ ആയിരിക്കാം. അതാണ് നമ്മൾ ഈ ചെയ്ത് നോക്കുമ്പോൾ കാണാം. അപ്പൊ നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കാണും? ½ ക്യാപിറ്റൽ T + ½ സ്മോൾ ടി × ½ ക്യാപിറ്റൽ T + സ്മോൾ ടി. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെ കിട്ടുന്നു? 1/4 1/2 1/4. That is 1:2:1. You got it? അപ്പൊ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, അതിന്റെ 2 ലോസും പറഞ്ഞു, ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സിഗ്രിഗേഷൻ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ. ആ ലോ ഓഫ് ഡോമിനൻസിലെ ടെക്സ്റ്റ് ബുക്കില് ലോ ഓഫ് ഡോമിനൻസിന്റെ താഴെ ഒരു 3 വരി എഴുതിയിട്ടുണ്ട്. ഈ ലോ എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ് അത് പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ F1-ൽ വൺ ഓഫ് ദ പാരന്റൽ ക്യാരക്ടർ വരാനും F2-വിൽ ബോത്ത് പാരന്റൽ ക്യാരക്ടേഴ്സ് ടോളും ഡ്വാർഫും രണ്ടും F2-വിൽ വരാനും കാരണം ഏതാണ്? ലോ ഓഫ് ഡോമിനൻസ് ആണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. യെസ് ഓർ നോ? അങ്ങനെ മെന്റലിന്റെ എന്ത് പറഞ്ഞു കഴിഞ്ഞു? നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പം മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസ് പറഞ്ഞു. മെന്റലിന്റെ 2ാമത്തെ ക്രോസിലേക്ക് പോവുകയാണ് നമ്മൾ. അതിനു മുൻപ് ഈ F1-ലെ ടോൾ പി പ്ലാന്റ് പാരന്റ് ടോൾ പി പ്ലാന്റ് ആണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? ഇപ്പൊ നോക്കൂ, F2 പ്ലാന്റ്, ഒരു F2 പ്ലാന്റ് ടോൾ ആണ്, ഫീനോട്ടിപ്പിക്കലി ടോൾ ആണെന്ന് വിചാരിക്കും. അതിന്റെ ജീനോടൈപ്പ് ഏതായിരിക്കാം? അപ്പം ഈ അൺനോൺ, ഇതിപ്പോ ഒരു ടോൾ പി പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. F2 ഡോമിനന്റ് ട്രേറ്റ്, F2-വിലെ ഡോമിനന്റ് ട്രേറ്റ് ആണ് പറയുന്നത്. ആ ഡോമിനന്റ് ട്രേറ്റിന്റെ അൺനോൺ ജീനോടൈപ്പ് കാണണം. എന്ത് ചെയ്താൽ മതി? യെസ്, ടെസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് പറഞ്ഞു, വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്? നമ്മൾ പറയും ടെസ്റ്റ് ക്രോസ് ഇസ് എ ടൈപ്പ് ഓഫ് ബാക്ക് ക്രോസ്. എന്താണ് അപ്പൊ ബാക്ക് ക്രോസ്? ഒരു പ്രോജനി പ്ലാന്റിനെ എനി ഓഫ് ദ പാരന്റൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഡോമിനന്റ് പാരന്റും ആവാം, റെസസീവ് പാരന്റൽ ക്യാരക്ടറും ആവാം. ക്രോസ് ചെയ്യുന്നതിനെ ബാക്ക് ക്രോസ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഈ ടെസ്റ്റ് ക്രോസ് എന്ന് വെച്ചാൽ? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എ ക്രോസ് ബിറ്റ്വീൻ പ്രോജനി. ഞാൻ F എന്ന് ഇടുന്നു. മെന്റൽ F2 ആണ് ഉപയോഗിച്ചത് കേട്ടോ.
Mendel F2 unknown genotype, a progeny with recessive parental character. Appo adana test cross ennu parayumba, back cross and test cross. Back cross നോക്കൂ, a cross between a hybrid and its any parent. അപ്പോൾ F1 progeny അല്ലെങ്കിൽ F2 progeny any of the parentമായി ക്രോസ് ചെയ്യുന്നതാണ് ബാക്ക് ക്രോസ്. എന്നാൽ a cross between dominant phenotype with recessive individual, dominant progeny റെസസീവ് ഫിനോടൈപ്പുമായിട്ട് പാരലൽ ക്യാരക്ടറുമായി ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്. എന്റെ ചോദ്യം, മെൻഡൽ എന്തിനാണ് ടെസ്റ്റ് ക്രോസ് നടത്തിയത്? മെൻഡൽ ടെസ്റ്റ് ക്രോസ് നടത്തിയത് ടു ഐഡന്റിഫൈ ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് F2 ഡോമിനന്റ് ട്രേറ്റ്. ഇപ്പൊ F2 ടോൾ പ്ലാന്റ് ആണിത്. ഈ F2 ടോൾ പ്ലാന്റ് അത് ഹോമോസൈഗസും ആവാം, ഹെറ്റിറോസൈഗസും ആവാം. ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം? അതിന് റെസസീവ് പാരന്റുമായിട്ട്. ആരാ റെസസീവ് പാരന്റ്? റെസസീവ് പാരന്റ് ഡ്വാർഫ് ആണെന്ന് അറിയാം, സ്മോൾ ടി സ്മോൾ ടി. നിങ്ങൾക്കറിയാം ഇത് ഹോമോസൈഗസ് ആണെങ്കിൽ, ഏത് റിസൾട്ട് കിട്ടും? ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി, ഗ്യാമേറ്റ് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ത് വരും? ടോൾ. ഹോമോസൈഗസ് ആണെങ്കിൽ എല്ലാ പ്രോജനീസും ടോൾ ആയിരിക്കും. എന്നാൽ ഹെറ്റിറോസൈഗസ് ആണെങ്കിലോ? ഹെറ്റിറോസൈഗസ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റും സ്മോൾ ടി ഒരു ഗ്യാമേറ്റും. അല്ല മക്കൾ, ഇതാ കാണുന്നില്ലേ? അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ വരും. ഇത് ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ ടി ഡ്വാർഫ് വരും. റേഷ്യോ എന്ത് വരും? 1:1. അപ്പൊ 1:1 റേഷ്യോ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഹെറ്റിറോസൈഗസ് ആയിരിക്കും. അപ്പം അൺനോൺ ഫീനോടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെൻഡൽ എന്ത് ചെയ്തത്? കമോൺ, ടെസ്റ്റ് ക്രോസ് നടത്തിയത്. മെന്റലിന്റെ മറ്റൊരു ക്രോസ് ഇതാ, ടെസ്റ്റ് ക്രോസിൽ ഇതാ വയലറ്റ് ആൻഡ് വൈറ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ പ്രോജനി, ഈ വയലറ്റ് ഫ്ലവർ ഹോമോസൈഗസും ആവാം, ഹെറ്റിറോസൈഗസും ആകാം. ഹോമോസൈഗസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിനെ റെസസീവ് പാരന്റുമായി ക്രോസ് ചെയ്യുമ്പോൾ, അതിന് റെസസീവ് പാരന്റ് ആരാണ്? റെസസീവ് പാരന്റ് വൈറ്റ് ആണ്. അതുമായി ക്രോസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ക്യാരക്ടറാണ് കിട്ടുന്നത്, വയലറ്റ്. എന്നാൽ ഹെറ്റിറോസൈഗസ് ആണ് എങ്കിൽ, ഈ ഗിവൺ പ്രോജനി, ഈ ഗിവൺ F2 പ്രോജനി ഹെറ്റിറോസൈഗസ് ആണെങ്കിൽ അതിനേതാ? റെസസീവ് പാരന്റൽ ക്യാരക്ടറുമായി ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, വയലറ്റ് വൈറ്റ് വൈറ്റ് റേഷ്യോ 1:1 വരും. അപ്പൊ ഇതാണ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, അപ്പം എത്രയായിരിക്കും ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? കമോൺ, ഈ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. ഒരു ഡൈഹൈബ്രിഡ് എഴുതാൻ നമുക്ക് ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y ഇൻറ്റു സ്മോൾ r സ്മോൾ y സ്മോൾ y. ഓക്കെ, ഇവിടെ എത്ര ഗ്യാമേറ്റ് കിട്ടും? ഇവിടെ നമ്മൾ ഗ്യാമേറ്റ് എഴുതുമ്പോൾ കമോൺ, ഏത് ലോ യൂസ് ചെയ്യണം? ഇവിടെയാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് യൂസ് ചെയ്യേണ്ടത്. പോട്ടെ, ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y നമ്മൾ പറയും. പിന്നെ പറയാം ക്യാപിറ്റൽ R സ്മോൾ y അടുത്ത ഗ്യാമേറ്റ്, സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ r സ്മോൾ y. ഇവിടെയോ സ്മോൾ r സ്മോൾ y ഒരു ഗ്യാമേറ്റ്. ഇതാ 1 1 1 1 1:1:1:1. ഇത് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ 1:1:1:1 എന്ന് വരും. ക്ലിയർ ആണോ? 1:1:1:1 വരുമ്പോൾ. അപ്പൊ ഇനി എന്റെ ചോദ്യം, നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, അതിൽ നമ്മൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും പറഞ്ഞു. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മെന്റലിന്റെ അടുത്ത ക്രോസിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് ഡോമിനൻസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ discrete unical factors. Factors occur in pair. In a dissimilar pair of factor, one member dominate the other. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞു. ഡ്യൂറിംഗ് ഗാമേറ്റ് ഫോർമേഷൻ factors of allyl pair segregate ചെയ്യും and each gamete receive one of the two factors. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിൽ ലോ ഓഫ് ഡോമിനൻസ് നമുക്ക് എല്ലാ കേസിലും അപ്ലിക്കബിൾ ആണ്. എല്ലാ കേസിലും നമുക്ക് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെന്റലിന്റെ നെക്സ്റ്റ് ലോ. ഏതാ? മെന്റലിന്റെ അടുത്ത ക്രോസ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. ഈ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ എന്ന് പറയുമ്പോൾ മക്കളെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇത്ര സ്പീഡിലേക്ക് നമുക്ക് പോകണം. ഓക്കെ അല്ലേ? നമ്മുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. ഉള്ളവർ ശരിക്കും ശ്രദ്ധിക്കുക. നോക്കൂ, ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ക്യാരക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 ക്യാരക്ടർ വെച്ചിട്ടുള്ള മെന്റലിന്റെ ക്രോസ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ നമുക്കറിയാം ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റിനെ റിങ്കിൾഡ് ഗ്രീൻ സീഡഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പൊ റൗണ്ട് യെല്ലോ നമുക്കറിയാം ക്യാപിറ്റൽ R ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ Y സ്മോൾ r സ്മോൾ r സ്മോൾ y സ്മോൾ y അല്ലേ?
അപ്പം റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ ക്രോസ് ചെയ്യുന്നു. ഗ്യാമേറ്റ് നമുക്കറിയാം, ഇവിടെ നമ്മൾ ഏത് ലോ യൂസ് ചെയ്തത്? ഇതാ, ഈ ഒരു പെയർ ഒന്നെടുക്കുന്നു, ഈ ഒരു പെയർ ഒന്നെടുക്കുന്നു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമേറ്റ്. ദെൻ സ്മോൾ ആർ സ്മോൾ വൈ അടുത്ത ഗ്യാമേറ്റ്. രണ്ട് ഫ്യൂസ് ചെയ്യുന്നു. F1 ആരാണ്? F1 ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ റൗണ്ട് യെല്ലോ ആണ്. ഇവിടെ ഏത് ലോ യൂസ് ചെയ്തത്? ലോ ഓഫ് ഡോമിനൻസ്. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ റൗണ്ട് ആയി, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ യെല്ലോ ആയി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഏത് ലോ ആണ്? ലോ ഓഫ് ഡോമിനൻസ്. ഇനി എന്ത് വേണം? F1 സെൽഫിംഗ് നടത്തുന്നത്. F1 സെൽഫിംഗ് നടത്തുന്നു. F1 സെൽഫിംഗ് നടത്തുമ്പോൾ നമുക്ക് ഗ്യാമേറ്റ് വേണം. ഇതാ കണ്ടോളൂ, ഇതാ ഏതൊക്കെ ഗ്യാമേറ്റ് വരാം? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. അതുപോലെ തന്നെ ഇവിടെയും അല്ലേ? അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഗ്യാമേറ്റ് ഉണ്ടാക്കാൻ അറിയുമോ? അത് നമുക്കൊന്ന് ഇടയിൽ കയറി പറയാം. ആർക്കെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറ, എങ്ങനെ നമ്മൾ ഗ്യാമേറ്റ് ഉണ്ടാക്കുക? ഹോമോസൈഗസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഗ്യാമേറ്റ് ആ പറയുന്നത്, നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്. നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് ഫോർ ഹോമോസൈഗസ്. ഫോർ ഹോമോസൈഗസിന് 1 ടൈപ്പ് ആയിരിക്കും. ശരിയല്ലേ? ഇപ്പൊ നോക്കൂ, ക്യാപിറ്റൽ എ ഗ്യാമേറ്റ് ഏതാ? എ. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി രണ്ട് പെയർ ഉണ്ട്. ഗ്യാമേറ്റ് ഏതായിരിക്കും? എ ബി അല്ലേ? ഇനിയിപ്പോ എ സ്മോൾ ബി സ്മോൾ സി 1 2 3 ഹോമോസൈഗസ് ആണ്. ഗ്യാമേറ്റ് എ ബി സി. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രോബ്ലം ഒക്കെ വന്നാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലം വന്നാൽ നമ്മൾ ചെയ്യണം. അപ്പൊ എ ബി സി അല്ലേ? 3 ടൈപ്പ്, ഒറ്റ ടൈപ്പ്. അപ്പൊ ഫോർ ഹോമോസൈഗസ് 1 ടൈപ്പ്. മനസ്സിലായി? എന്നാൽ ഹെറ്റിറോസൈഗസിനോ ഹോമോസൈഗസിന് ഒരേ ടൈപ്പാണ് വരുന്നത്. എന്നാൽ ഹെറ്റിറോസൈഗസിനോ നമുക്ക് നോക്കാം. ഞാനിതൊന്ന് മായ്ക്കുന്നു. ഹോമോസൈഗസിന് 1 ടൈപ്പ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഹെറ്റിറോസൈഗസിന് ഫോർ ഹെറ്റിറോസൈഗസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫോർ ഹെറ്റിറോസൈഗസ് നമ്മൾ ഏത് ഫോർമാറ്റ് യൂസ് ചെയ്യും? ഫോർ ഹെറ്റിറോസൈഗസ് വി യൂസ് 2 raised to n. Where what is 2 raised to n? What is 2 raised to n? What is n? Where n is the number of heterozygous. n is the number of heterozygous. നമുക്ക് നോക്കാം. ഇതാ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ സ്മോൾ എ ഒരു പെയർ, ഒരു ഹൈബ്രിഡ്, മോണോ ഹൈബ്രിഡ്. അപ്പൊ ഒന്നാണ്. അപ്പൊ 2 raised to 1 വരും. അപ്പൊ 2 ഗ്യാമേറ്റ് വരും അല്ലെ? ഏതൊക്കെയാ? ക്യാപിറ്റൽ എ 1 സ്മോൾ എ 1. മനസ്സിലായിട്ടുണ്ട്? ഇനി എ ബി 1 2 അല്ലെ? 2 raised to 2. അപ്പൊ എത്ര വരും? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി. അതേപോലെ ക്യാപിറ്റൽ എ സ്മോൾ ബി, അതേപോലെ സ്മോൾ എ ക്യാപിറ്റൽ ബി, സ്മോൾ എ സ്മോൾ ബി. മനസ്സിലായിട്ടുണ്ട്? അതേപോലെ അപ്പൊ എ ബി ക്യാപിറ്റൽ ബി കമോൺ 2 raised to ഉള്ളവർക്കൊന്ന് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. 2 raised to 1. വെരി ഗുഡ്. കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് ആണ് ന്യൂമാൻ പറഞ്ഞിട്ടുണ്ട്. റിഷാൻ പറഞ്ഞിട്ടുണ്ട് ഹെറ്ററോസൈഗസ് ആണ്. വെരി ഗുഡ്. അപ്പൊ നോക്കാം. എ ബി വരുമ്പോ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ എ ക്യാപിറ്റൽ ബി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്ക് അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഗ്യാമേറ്റ് അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഇവരെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ചെക്കർ ബോർഡ് കാണാം. ആ ചെക്കർ ബോർഡ് നിങ്ങൾക്കറിയാം അല്ലെ? ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്? F2 4 ഫീനോടൈപ്പ് കിട്ടും. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ F2 4 ഫീനോടൈപ്പ് ആണ് കിട്ടുന്നത്. ഏതൊക്കെയാ? റൗണ്ട് യെല്ലോ പാരന്റൽ ക്യാരക്ടർ ആണ്. റിങ്കിൾഡ് ഗ്രീൻ പാരന്റൽ ക്യാരക്ടർ. അപ്പൊ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എന്ന പാരന്റൽ ക്യാരക്ടർ എത്രയായിട്ടാ? 9 റൗണ്ട് യെല്ലോ 1 റിങ്കിൾഡ് ഗ്രീൻ. പിന്നെ 3 ന്യൂ കോമ്പിനേഷൻ കിട്ടും. ഏതൊക്കെയത്? റൗണ്ട് ഗ്രീൻ റിങ്കിൾഡ് യെല്ലോ. ഇവയാണ് റീകോമ്പിനന്റ് ക്യാരക്ടർ. എന്ത് ക്യാരക്ടർ? റീകോമ്പിനന്റ്. വാട്ട് ഈസ് റീകോമ്പിനന്റ് ക്യാരക്ടർ? വാട്ട് ഈസ് റീകോമ്പിനന്റ്? എന്താണ് റീകോമ്പിനന്റ് ക്യാരക്ടർ? റീകോമ്പിനന്റ് ക്യാരക്ടർ മീൻസ് ഫോർമേഷൻ ഓഫ് ന്യൂ ജീൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് നോൺ പാരന്റൽ കോമ്പിനേഷൻ എന്ന് പറയും. ഫോർമേഷൻ ഓഫ് ന്യൂ ജീൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. മെൻഡലിന് ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ 9:3:3:1 റേഷ്യോ കിട്ടാനും റീകോമ്പിനേഷൻ കിട്ടാനും കാരണമായിട്ട് മെൻഡൽ പറഞ്ഞത് എന്താണ്? ആർക്ക് പറയാൻ പറ്റും?
why Mendel got 9:3:1 ratio and recombinant character? Comment box in the comment ചെയ്തേ. Why? എന്തുകൊണ്ടാ മെന്റലിന് 9:3:1 റേഷ്യോയും റീകോമ്പിനന്റ് ക്യാരക്ടറും കിട്ടിയത്? Because come on, because of because of law of independent assortment. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കൊണ്ടാണ് മെന്റലിന് 9:3:1 റേഷ്യോയും അതുപോലെ തന്നെ റീകോമ്പിനന്റ് ക്യാരക്ടറും കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ദാ വായിച്ചോളൂ, when more than one pair of characters are involved in a cross, factor pairs independently segregate from one another pair. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 80യുടെ 13ാമത്തെ ലൈനിലേക്ക് നോക്കിയാൽ കാണാം, when two pairs of traits are combined in a hybrid, ഒരു ജോഡി ട്രേറ്റുകൾ ഒരു ഹൈബ്രിഡിൽ കമ്പൈൻ ചെയ്താൽ segregation of one pair of character is independent of other pair character ആയിരിക്കും. ഒരു പെയറിന്റെ സെഗ്രിഗേഷൻ മറ്റേ പെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ ഇതാ ഈ ഗാമീറ്റ് ഫോർമേഷനിൽ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ നോക്കിക്കേ, പാരന്റൽ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണാം. പാരന്റൽ കോമ്പിനേഷൻ നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആണ് പാരന്റൽ കോമ്പിനേഷൻ. അതേപോലെ മറ്റൊരു പാരന്റൽ കോമ്പിനേഷൻ ആണ് സ്മോൾ ആർ സ്മോൾ വൈ. നിങ്ങൾ ചിന്തിക്കണം, ഈ ക്യാപിറ്റൽ ആർ എന്ന ഫാക്ടർ, റൗണ്ടിന്റെ ഫാക്ടർ, ക്യാപിറ്റൽ വൈ എന്ന ഫാക്ടറിന്റെ കൂടെ മാത്രമേ നിൽക്കൂ. കമോൺ, ക്യാപിറ്റൽ ആർ എന്ന ഫാക്ടർ ക്യാപിറ്റൽ വൈ എന്ന ഫാക്ടറിന്റെ കൂടെ മാത്രമേ നിൽക്കൂ എങ്കിൽ കുട്ടികളെ അത് ഡിപ്പെൻഡൻസിയാണ്. അങ്ങനെയാണെങ്കിൽ പാരന്റൽ ക്യാരക്ടർ മാത്രമേ F2 പ്രൊഡ്യൂസ് ചെയ്യൂ, റൗണ്ട് യെല്ലോ. എന്നാൽ മെന്റലിന് എന്ത് കിട്ടി? നിങ്ങൾക്ക് നോക്കാം, മെന്റലിന് F2 എന്ത് കിട്ടി കുട്ടികളെ? റൗണ്ട് യെല്ലോ കൂടാതെ റൗണ്ട് ഗ്രീൻ കിട്ടി. അതേപോലെ റിങ്കിൾഡ് ഗ്രീൻ കൂടാതെ റിങ്കിൾഡ് യെല്ലോ കിട്ടി. അപ്പൊ ഒരു കാര്യം ഷുവർ ആണ്, റൗണ്ട് യെല്ലോ കൂടാതെ റൗണ്ട് ഗ്രീൻ കിട്ടി എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നോക്കിക്കേ, ഇതാ ക്യാപിറ്റൽ ആർ എന്ന ഫാക്ടർ ക്യാപിറ്റൽ വൈയോടൊപ്പം അസോർട്ട് ചെയ്തിട്ടുണ്ട്. അസോർട്ട് മീൻസ് കൂടെ നിൽക്കുക, മിക്സ് ചെയ്യുക, കൂടെ നിൽക്കുക, അസോർട്ട്മെന്റ്, അപ്പൊ വ്യൂഹനം എന്ന് പറയും. ആൻഡ് ക്യാപിറ്റൽ ആർ ആരോടുകൂടെ നിന്നിട്ടുണ്ട്? സ്മോൾ വൈ. സിമിലർലി സ്മോൾ ആർ അസോർട്ട് വിത്ത് ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ വിത്ത് സ്മോൾ വൈ. അപ്പൊ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ ആർ സ്മോൾ വൈ വരുമ്പോൾ കോമ്പിനേഷൻ ഉറപ്പിക്കാം റൗണ്ട് ഗ്രീൻ. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ റിങ്കിൾഡ് യെല്ലോ, സ്മോൾ ആർ സ്മോൾ വൈ റിങ്കിൾഡ് ഗ്രീൻ. ഇതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. When two pairs of traits are combined in a hybrid, segregation of one pair of trait is segregation of one pair of character, one pair of trait is one pair of factor is independent of other pair. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഇല്ല. മക്കളെ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ മെന്റലിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഗ്യാമേറ്റ് ഒക്കെ വെച്ചിട്ട് ഇതുപോലത്തെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മൾ ഗ്യാമേറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.
ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പം ഡൈഹാബിറ്റ് ക്രോസിന്റെ മക്കളെ കേൾക്കാമല്ലോ. അപ്പൊ ഡൈഹാബിറ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ പറഞ്ഞു 9:3:3:1. എന്നാൽ നിങ്ങൾ അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുമ്പം ഡൈഹാബിറ്റ് ക്രോസിൽ 9 ജീനോടൈപ്പ് ആണ് കിട്ടുക. 9 ജീനോടൈപ്പ് ആണ് കിട്ടുക. ആ 9 ജീനോടൈപ്പ് നിങ്ങൾക്ക് ആ ചെക്കർ ബോർഡിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ 9 ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ അങ്ങനെ എഴുതി വെക്കുമ്പോൾ ആ ജീനോട്ടിപ്പിക് റേഷ്യോ എത്ര വരും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൈഹാബിറ്റ് ക്രോസിന്റെ F2 ജീനോട്ടിപ്പിക് റേഷ്യോ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം. 1:2:1:4:1:1. അണ്ടർസ്റ്റാൻഡ്? അതിൽ ആദ്യത്തെ അവസാനത്തെ ഫസ്റ്റ് വൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. ലാസ്റ്റ് വൺ ഹോമോസൈഗസ് റെസസീവ് ആണ്. പിന്നെ വരുന്ന 4 എന്താണ്? അതാണ് ഡൈഹാബിറ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ മെന്റലിന്റെ തിയറീസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നോൺ മെന്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. മെന്റലിന്റെ തിയറീസിനുള്ള എക്സെപ്ഷൻസ്. അതിനു മുൻപ് ഒരു കാര്യം നമ്മൾ ചോദിക്കാനുണ്ട്. ഈ മെന്റലിന്റെ ലോസ് പറയുമ്പോൾ നമുക്കറിയാം മെന്റൽ 1865 മെന്റൽ പബ്ലിഷ് പ്രിൻസിപ്പിൾ. മെന്റൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് പബ്ലിഷ് ചെയ്തു. ബട്ട് ഫോർ സെവറൽ റീസൺ ഇറ്റ് റിമെയിൻ അൺനോട്ടീസ്ഡ്. പല കാരണങ്ങൾ കൊണ്ട് അത് നോട്ടിഫൈ ചെയ്തില്ല. എന്ന് വെച്ചാൽ മെന്റൽ റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്. മെന്റലിനെ ആരും റെക്കഗ്നൈസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ മെന്റൽസ് ഫെയിലിയർ? എന്താണ് മെന്റലിന്റെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. വൈ മെന്റൽ റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ് ഫോർ ലോങ് ടൈം? ഇതിന്റെ റീസൺ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഭാഗം. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ ഓൾഡ് NCERT ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 80 ലാസ്റ്റ് ആണ് പറയുന്നത് വൈ മെന്റൽ റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ് ഫോർ സോ മെനി ഇയേഴ്സ്. മെന്റൽ 65 പബ്ലിഷ് ചെയ്ത് 1865. എന്നിട്ട് മെന്റലിന് വേണ്ട റെക്കഗ്നിഷൻ കിട്ടുന്നത് മെന്റലിന്റെ ഡെത്തിന് ശേഷം 1884 മെന്റൽ മരിച്ചു. അതിനുശേഷം 1900s റെക്കഗ്നിഷൻ കിട്ടുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? വൈ മെന്റൽസ് വർക്ക് റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്? പ്രധാനമായിട്ടും കാരണങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് സോ ഈസി ദാറ്റ് ടൈം. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ അത്ര ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് മെന്റലിന്റെ വർക്ക്സ് നോട്ട് വൈഡ്ലി പബ്ലിഷ്ഡ് ആൻഡ് ഡിസ്കസ്ഡ്. വൈഡ് ആയിട്ടൊരു പബ്ലിക്കേഷനോ ഒരു ഡിസ്കഷനോ അതിന് സാധിച്ചില്ല. 2, ഹിസ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് വാസ് ന്യൂ ആൻഡ് അൺഅക്സെപ്റ്റബിൾ. മെന്റൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ തിയറീസ്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചില മാത്തമാറ്റിക്കൽ ലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലേ? half capital T plus binomial expression യൂസ് ചെയ്തിട്ടുണ്ട്. x plus by the whole square, 9:3:3:1, 3:1, 1:2:1. ഇത് അന്നത്തെ കാലത്ത് ന്യൂ ആയിരുന്നു. അത് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. ആൻഡ് തേർഡ് വൺ നല്ല പോയിന്റ് ആണ്. നമുക്കറിയാം ഇന്ന് ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ഫാക്ടർ എന്ന് മെന്റൽ പറയും. ഈ ഫാക്ടറിനെ നമ്മൾ ഇന്ന് ജീൻ എന്ന് വിളിക്കും. ഇന്ന് നിങ്ങളോട് ജീൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ജീൻ എന്ന് പറഞ്ഞു. ജീൻ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. വെരി ഗുഡ്. It consists of information for the expression of a character. ഇനി നമ്മൾ മോളിക്കുലാർ ബേസിസ് പഠിക്കും. എ സെഗ്മെന്റ് അല്ലെങ്കിൽ എ സീക്വൻസ് ഓഫ് DNA ആണ് ജീൻ. DNA എവിടെ കാണുക? ക്രോമസോംസിൽ. അതുകൊണ്ട് നമ്മൾ പറയും ജീൻസ് were located in chromosome. ജീൻസ് were located in chromosome. നിങ്ങൾ ഉറങ്ങാണോ അതോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആകെ കുറച്ച് പേരേ ഉള്ളൂ, എങ്കിലും കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞേ, ആരാണ് ആദ്യമായിട്ട് പറഞ്ഞത് ജീൻസ് were located in chromosome എന്ന് പറഞ്ഞത് ആരാ? ആരെങ്കിലും ഇത് കമന്റ് ചെയ്തേ. ക്യുക്ക്. ജീൻസ് were located in chromosome എന്ന് പറഞ്ഞത്. Come on. Genes were located in chromosome. Wow. റഹ്മാൻ പറഞ്ഞിരിക്കുന്നു സട്ടൺ ആൻഡ് ബോവറി. അടിപൊളി. അപ്പൊ സട്ടണും ബോവറിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെന്റൽ ഈ ജീൻ എന്നതിന് പകരം മെന്റൽ യൂസ് ചെയ്ത വാക്കാണ് ഫാക്ടർ. മെന്റലിന്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരുന്നു ഹിസ് കൺസെപ്റ്റ് ഓഫ് ജീൻ ഓർ ഫാക്ടർ ആർ സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് വേരിയേഷൻ. അപ്പൊ കണ്ടിന്യൂസ് വേരിയേഷൻ ആൻഡ് ഹി കുഡ് നോട്ട് ഗിവ് ഫിസിക്കൽ പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. എന്താണ് ഈ ഫാക്ടർ എന്ന് വിശദീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല.
ഫോർത്ത് റീസൺ, മെന്റലിന്റെ ക്രോസിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു ടോളും ഡ്വാർഫും ക്രോസ് ചെയ്ത് എപ്പോഴും ഏതാ വരുന്നത്? ഒരു ടോള് വരും അല്ലെങ്കിൽ ഡ്വാർഫ് കിട്ടും അല്ലേ? ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ നാച്ചുറലി ഒക്കെ കണ്ടിന്യൂസ് വേരിയേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഒരു വയലറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്താൽ മെന്റൽ പറയുന്നു F1 ജനറേഷനിൽ വയലറ്റ്. അങ്ങനെയാണോ കിട്ടുന്നത്? ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കിട്ടില്ലേ? ഈ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടറിനെ, മിക്സിംഗ് ഓഫ് ക്യാരക്ടറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മെന്റലിന്റെ ഈ കാരണങ്ങൾ കൊണ്ട് മെന്റൽ റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്. അങ്ങനെ നിങ്ങൾക്കറിയാം, അങ്ങനെ 1865 മെന്റൽ തിയറീസ് പബ്ലിഷ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം 1865 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം 1900s 3 സയന്റിസ്റ്റ്, ആരെല്ലാമായിരുന്നു 3 സയന്റിസ്റ്റ് ഒന്ന് പറഞ്ഞേ. Who are the 3 scientists? Hugo de Vries, then Carl Correns, then Eric von Schamack. നിങ്ങൾക്ക് അവരെ കാണാം. Hugo de Vries, Carl Correns, Eric von Schamack. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഇവരൊരു ടീമാണെന്ന് വിചാരിക്കരുത്. ഹ്യൂഗോ ഡി വ്രീസ് ഫ്രം ഹോളണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. കാൾ കൊറിൻസ് ഫ്രം ജർമ്മനി, Eric von Schamack from Austria. ഇവർ independently conduct experiments and they reinvent Mendel's ideas. അപ്പോൾ ഈ സയന്റിസ്റ്റുകളാണ് മെന്റലിന്റെ ഐഡിയാസിനെ റീഇൻവെന്റ് ചെയ്തത്. They reinvent Mendel's ideas. Understood? അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു തിയറിയിലേക്ക് പോവുകയാണ്. ആരോ ചോദിക്കുന്നു, സർ മോളിക്കുലാർ ബേസിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ മോളെ, ഇന്ന് മോളിക്കുലാർ ബേസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മളിപ്പോ തന്നെ പകുതിയിലധികം സമയം കഴിഞ്ഞിട്ടുണ്ട്. മോളിക്കുലാർ ബേസിസ് നമ്മൾ വേറെ ക്ലാസ് ആണ് എടുക്കുന്നത്. പ്രിൻസിപ്പിൾസ് നമ്മളൊരു 2 ക്ലാസ്സിൽ തീർക്കാനാണ് പ്ലാന്. അതിനുശേഷം നമ്മൾ മോളിക്കുലാർ ബേസിസ് എടുക്കും. അണ്ടർസ്റ്റാൻഡ്? പ്രിൻസിപ്പിൾസ് എടുത്ത ശേഷം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇനി ക്രോമസോമൽ തിയറിയിലേക്കാണ് പോകുന്നത്. Chromosomal theory of inheritance proposed by Sutton and Boveri. നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ ക്രോമസോമൽ തിയറി പറയുന്നത്? ആക്ച്വലി ക്രോമസോമൽ തിയറി പറയുന്നത് ഇത്ര മാത്രമാണ്. Chromosomal theory of inheritance states that Mendelian factors or genes were located. അപ്പൊ ഞാൻ ജീൻ എന്ന് എഴുതാം. Genes were located in chromosome. എന്തുകൊണ്ടാണ് സട്ടണും ബോവറിയും ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? ആക്ച്വലി സട്ടൺ ആണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രോമസോമൽ തിയറിയിലേക്ക് എത്തുന്നത്? ആക്ച്വലി 1902 വാൾട്ടർ സട്ടണും തിയോഡർ ബോവറിയും ഇവരെന്താണ് ചെയ്യുന്നത്? They studied about gamete formation in insects. ഇൻസെക്ട്സിലെ ഗമീറ്റ് ഫോർമേഷൻ സ്റ്റഡി ചെയ്യുകയായിരുന്നു. അപ്പൊ ഇൻസെക്ട്സിലെ ഗമീറ്റ് ഫോർമേഷൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് they observe the parallel behavior of genes and chromosome. Sutton and Boveri endu observe cheyidu? Sutton and Boveri observe the parallel behavior of factors allengil njan gene ennu vilikkunnu and chromosome. Gene um chromosome തമ്മിലുള്ള parallel behavior observe ചെയ്യുന്നു. എന്താണ് ആ parallel behavior? ആ parallel behavior എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. Both genes and chromosome occur in pair. ശരിയല്ലേ? ജീൻസും ക്രോമസോമും പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ക്രോമസോംസും പെയർ ആണ്, ജീൻസും പെയർ ആണ്. അതുപോലെ തന്നെ ജീൻസ് occur in pair, chromosomes also occur in pair. പിന്നെ ജീൻസും പെയർ ആണ്, ക്രോമസോംസും പെയർ ആണ്. രണ്ട് നമുക്കറിയാം, ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ മെന്റൽ പറയുന്നു ഫാക്ടേഴ്സ് ഓഫ് എ പെയർ വിൽ സെഗ്രിഗേറ്റ്. അപ്പൊ ഒരു ജീൻ പെയർ സെഗ്രിഗേറ്റ് ചെയ്യും എന്നറിയാം. എന്നാൽ അതേപോലെ തന്നെ നമുക്കറിയാം ക്രോമസോം ആൾസോ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ. അപ്പൊ നമുക്ക് 2 സിമിലാരിറ്റി ആയി അല്ലേ? ഒന്ന് ജീൻസ് occur in pair, chromosomes also occur in pair. രണ്ട് ജീൻ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ, chromosomes also segregate during gamete formation. ഏത് ഫേസിലാ ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യാം? ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? ഹായ് 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 വേഗം പറഞ്ഞോളൂ. ഏത് ഫേസിലാണ് ക്രോമസോം സെഗ്രിഗേഷൻ? കമന്റ് ചെയ്യ്, അല്ലെങ്കിൽ ബോർ അടിച്ചു പോകും. കമോൺ, ഏത് ഫേസിലാണ് ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഗമീറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മിയോസിസ് ആണ്. മിയോസിസിന്റെ ഏത് ഫേസിലാണ് ഹോമോലോഗസ് ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അനാഫേസ് ആണ്. ഏത് അനാഫേസ് മോനെ പറയണം? ഏത് അനാഫേസ് ആണ്? അനാഫേസ്
അനാഫേസ് ഏത്? അനാഫേസ് 1 ആണോ 2 ആണോ? അനാഫേസ് 1, മിയോസിസ് 1ന്റെ അനാഫേസ് 1ലാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഹോമോലോഗസ് ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി അറിയാം, സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്രോമസോം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ ഓഫ് ക്രോമസോം. ഒരു പെയർ ക്രോമസോമിന്റെ സെഗ്രിഗേഷൻ മറ്റേ പെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഫിഗർ ഓർമ്മയുണ്ടോ? നോക്കാം നമുക്ക്. ഇതാ homologous chromosomes segregate during gamete formation. Chromosomes are vehicles of heredity. Two identical chromosomes form homologous chromosome. നമുക്ക് നോക്കാം ഇവിടെ G1 phase. പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞ ശേഷം വന്നൊരു ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഭാഗമാണ്. പേജ് നമ്പർ 81. ഇവിടെ നിങ്ങൾക്ക് ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ you can see that this homologous chromosomes ഇതില് യെല്ലോ ഓറഞ്ച് ഹോമോലോഗ് ആണ്, റെഡ് ഗ്രീൻ ഹോമോലോഗ് ആണ്. അപ്പൊ G1 ഫേസ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു എസ് ഫേസ് ഉണ്ട്. ഇൻ എസ് ഫേസ് വാട്ട് ഹാപ്പൻ? Semira Bashir sir. Yes, I know. Yes, I know. People കുറവാണ്. Yes, I know. അതെ, പാർട്ടിസിപ്പൻസ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ നോ. പക്ഷെ നമുക്കുള്ള ആളുകൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കൂ. അപ്പൊ നോക്കൂ, ഈ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ആകുന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക് യെല്ലോ ഓറഞ്ച് ക്രോമസോം, യെല്ലോയും ഓറഞ്ചും ഹോമോലോഗാണ്, റെഡും ഗ്രീനും ഹോമോലോഗാണ്. അപ്പൊ മിയോസിസ് 1ന്റെ അനാഫേസ് 1 എന്ന് പറയുമ്പോൾ ഈ പോളിലെ സ്പിൻഡിൽ ഫൈബർ ഇവിടെ കണക്ട് ചെയ്യുന്നു, ഈ പോളിലെ സ്പിൻഡിൽ ഫൈബർ കണക്ട് ചെയ്യുന്നു. അങ്ങനെ മിയോസിസ് 2ല് നോക്കൂ, ഈ രണ്ടെണ്ണം യെല്ലോയുടെ കൂടെ റെഡ് പോകുന്നു, ഓറഞ്ചിന്റെ കൂടെ ഗ്രീൻ പോകുന്നു. കാണുന്നുണ്ട്, ഓറഞ്ച് വിത്ത് ഗ്രീൻ, യെല്ലോ വിത്ത് റെഡ്. മിയോസിസ് 2 കഴിയുമ്പോൾ ജേം സെൽസ് അല്ലെങ്കിൽ ഗ്യാമേറ്റുകൾ 4 എണ്ണം ഉണ്ടാവുന്നു. ഇവിടെ നിങ്ങൾ ഈ അസോർട്ട്മെന്റ് കണ്ടാൽ മതി, യെല്ലോ വിത്ത് റെഡ്. അപ്പൊ യെല്ലോയിലെ ഇപ്പൊ ഒരു ജീൻ ഉണ്ടെങ്കിൽ അത് ആരുടെ കൂടെ പോയി? റെഡിന്റെ കൂടെ പോയി. ഓറഞ്ചിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ആരുടെ കൂടെ പോയി? ഗ്രീനിന്റെ കൂടെ പോയി. അണ്ടർസ്റ്റാൻഡ്? എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ യെല്ലോ വിത്ത് റെഡ് ആൻഡ് ഓറഞ്ച് വിത്ത് ഗ്രീൻ ഇങ്ങനെ മാത്രമാണോ കോമ്പിനേഷൻ ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. വേറൊരു പോസിബിലിറ്റി കൂടി നമുക്ക് കാണാം. ദ പോസിബിലിറ്റി 2. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഈ ഒരു പോസിബിലിറ്റി കാണാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓറഞ്ച് വിത്ത് ഗ്രീൻ, യെല്ലോ വിത്ത് ഓറഞ്ച്, ഓറഞ്ച് വിത്ത് റെഡ്, യെല്ലോ വിത്ത് ഗ്രീൻ. ഇതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ക്രോമസോം. അപ്പൊ ക്രോമസോമുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിലുള്ള ജീനുകളും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആയിരിക്കും. ഇതുകൊണ്ടാണ് സട്ടൺ came to the conclusion that genes were located in chromosome. അപ്പൊ genes present on chromosome, hence they show similar behavior. ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ്. You got it? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് സട്ടൺ ആൻഡ് ബോവറി കൺക്ലൂഡഡ് ദാറ്റ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയാൻ കാരണം എന്താണ്? ഇതാ കണ്ടോളൂ. They said that pairing and segregation of a pair of chromosome lead to segregation and pairing of a factors or genes they carry. ഒരു പെയർ ക്രോമസോംസ് പെയർ ചെയ്യുകയോ സെഗ്രിഗേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീനുകളും സെഗ്രിഗേറ്റ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ സട്ടൺ യുണൈറ്റഡ് ക്രോമസോമൽ സെഗ്രിഗേഷൻ വിത്ത് മെൻഡേലിയൻ പ്രിൻസിപ്പിൾ ആൻഡ് കോൾഡ് ഇറ്റ് ആസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിനെ ക്രോമസോമിന്റെ സെഗ്രിഗേഷനുമായി കമ്പയർ ചെയ്ത് സട്ടൺ ആണ് പറയുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം, ഒറ്റ സെന്റൻസിൽ ഒതുക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് Mendelian factors or genes were located in chromosome. അപ്പൊ ഈ പെയറിംഗ് ആൻഡ് സെഗ്രിഗേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം ഉള്ള കുട്ടികളൊന്നും അവിടെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ പെയറിംഗ് ആൻഡ് സെഗ്രിഗേഷൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്രോമസോം വരയ്ക്കുന്നു. ലുക്ക്, ഇതൊരു റെഡ് ലൈൻ ഞാൻ ഇട്ടുന്നു. അതിന് ഹോമോലോഗസ് ആയിട്ട് ഞാനൊരു ലൈറ്റ് കളർ കൊടുക്കുന്നു, ബ്ലൂ ലൈൻ വരയ്ക്കുന്നു, ഒരു ഡാർക്ക് ഗ്രീനും കൊടുക്കുന്നു.
ഇവിടെ ഞാനിപ്പോൾ 4 ക്രോമസോംസ് വരച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഞാൻ 4 ക്രോമസോംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 ക്രോമസോംസിൽ ഞാൻ ജീൻ വരയ്ക്കുകയാണ്. അവിടെ ജീൻ നോക്കൂ, ക്യാപിറ്റൽ എ സ്മോൾ എ. നമ്മളിത് ഇങ്ങനെ എഴുതാം, ബി. ഞാൻ ബി എന്ന ജീൻ വരയ്ക്കുന്നത് ഇവിടെയാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇതിൽ ഇപ്പം ഇതാ സ്പിൻഡിൽ ഫൈബേഴ്സ് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ സ്പിൻഡിൽ ഫൈബർ കണക്ട് ചെയ്തു, ഇവിടെ ഇങ്ങനെ സ്പിൻഡിൽ ഫൈബർ കണക്ട് ചെയ്തു. ഗ്യാമീറ്റ് ഫോം ചെയ്യും. എയും ബിയും ഇതാ നോക്കൂ, എയും ബിയും അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നൊരു കോമ്പിനേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്മോൾ എ സ്മോൾ ബി എന്നൊരു കോമ്പിനേഷൻ ഉണ്ടാകും. എന്നാൽ തിങ്ക് ഇവിടെ ഇപ്പം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. സ്പിൻഡിൽ ഫൈബർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കണക്ട് ആകുന്നത് വിചാരിക്കും. ഇപ്പൊ ദാ ഞാൻ സ്പിൻഡിൽ ഫൈബറിന്റെ കണക്ഷനിലേക്ക് പോകുന്നു. ഇപ്പൊ സ്പിൻഡിൽ ഫൈബർ ഇതാ ഈ ക്രോമസോമിൽ റെഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീനിലേക്കാണെങ്കിൽ ഗ്രീൻ അതിന്റെ കൂടെ പോകും. അപ്പൊ നമുക്ക് ഏത് കോമ്പിനേഷൻ കിട്ടും? ക്യാപിറ്റൽ എ വിത്ത് സ്മോൾ ബി. മനസ്സിലാകുന്നുണ്ടോ? ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ. അതേപോലെ ഈ ക്രോമസോമിന്റെ കൂടെ ഇയാളാണ് പോകുന്നതെങ്കിൽ എങ്ങനെ കിട്ടും? സ്മോൾ എ വിത്ത് ക്യാപിറ്റൽ ബി. ഇപ്പൊ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാക്കാം ആക്ച്വലി ആരാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേഷൻ കാണിക്കുന്നത്. റെഡിന്റെ കൂടെ ഈ ഡാർക്ക് ഗ്രീൻ പോയാൽ ക്യാപിറ്റൽ എ സ്മോൾ ബി വന്നു. അപ്പൊ ക്രോമസോംസ് ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ കാണിക്കുന്നു. അതുകൊണ്ട് അതിലുള്ള ജീനുകളും ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ കാണിക്കും. എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഇതാ ഇപ്പം ഇതേ ക്രോമസോമിൽ തന്നെ ഞാൻ മറ്റൊരു ജീൻ ലേബൽ ചെയ്യുന്നു. മറ്റൊരു ജീനാണ്, ഞാൻ ആ ജീനിന് പേര് കൊടുക്കുന്നു പി. നോക്കണം, ഈ എയുടെ തൊട്ടടുത്ത് തന്നെ ക്യാപിറ്റൽ പി, സ്മോൾ എയുടെ തൊട്ടടുത്ത് സ്മോൾ പി ആണെന്ന് വിചാരിക്കും. അപ്പൊ 3 ജീനുകളായി ഏതൊക്കെയാണ്? ക്യാപിറ്റൽ പി സ്മോൾ പി, ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, പി എ ബി. നമുക്ക് നോക്കാം. ആദ്യത്തെ അസോർട്ട്മെന്റ് പോയി കഴിഞ്ഞാൽ ഇതാ ഈ 2 ക്രോമസോമുകളാണ് ചേരുന്നതെങ്കിൽ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി വരും. ഇനി ഇത് രണ്ടുമാണ് പോകുന്നതെങ്കിൽ സ്മോൾ പി സ്മോൾ എ സ്മോൾ ബി വരും. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, റെഡിന്റെ കൂടെ ഇപ്പൊ ദാ നോക്കിക്കോളൂ, ഈ റെഡ് ക്രോമസോമിന്റെ കൂടെ എന്താ ലിസൺ, ഈ റെഡ് ക്രോമസോമിന്റെ കൂടെ ഈ ഗ്രീൻ പോകുന്നു. അപ്പൊ എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എ സ്മോൾ ബി വരും. യെല്ലോയുടെ കൂടെ മറ്റത് പോയി കഴിഞ്ഞാൽ സ്മോൾ പി സ്മോൾ എ ക്യാപിറ്റൽ ബി വരും. എന്റെ ചോദ്യം നിങ്ങൾ ഇവിടെ മാത്രം നോക്കണം. ആക്ച്വലി ഇപ്പം ഇതില് ഏതെല്ലാം ജീനുകളാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിച്ചത് നമുക്ക് പറയാം എയും ബിയും കാണിച്ചു. കാരണം ക്യാപിറ്റൽ എയുടെ കൂടെ ക്യാപിറ്റൽ ബിയും വരുന്നു, സ്മോൾ ബിയും വരുന്നുണ്ട്. അതേപോലെ സ്മോൾ എയുടെ കൂടെ സ്മോൾ ബി വരുന്നുണ്ട്, ഓർ ക്യാപിറ്റൽ ബി വരുന്നുണ്ട്. അപ്പൊ എയും ബിയും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിച്ചു. വാട്ട് അബൌട്ട് പി ആൻഡ് എ? ഈ പിയും എയും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നുണ്ടോ? ഇവരെല്ലാം ഇപ്പോഴും ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? കാരണം പിയും എയും ഒരേ ക്രോമസോമിൽ അടുത്തടുത്ത് നിൽക്കുന്ന ജീനുകളാണ്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീനുകൾ ഡിഫറെന്റ് ക്രോമസോമിലാണെങ്കിൽ അവ നിർബന്ധമായിട്ടും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുമെന്ന് പറയാം. അപ്പൊ ഇൻഡിപെൻഡന്റ് ജീൻ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഈച്ച് അതർ. എന്താ ഇൻഡിപെൻഡന്റ് ജീൻ? ഡിഫറെന്റ് ക്രോമസോമിൽ ഇപ്പൊ നമ്മൾ എയും പിയും പറയുന്നത് പോലെ, ഇതാ എയും ബിയും പറയുന്നത് പോലെ, അല്ലെങ്കിൽ പിയും ബിയും പറയുന്നത് പോലെ ഡിഫറെന്റ് ക്രോമസോമിലാണെങ്കിൽ അവ ഡിഫറെന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയി സെഗ്രിഗേറ്റ് ചെയ്യും. എന്നാൽ ഇപ്പൊ പറഞ്ഞ പോലെ പിയും എയും പോലെ ഒരേ ക്രോമസോമിൽ അടുത്തടുത്ത് നിൽക്കുന്ന ജീനുകൾ അവരാരാണ്? അവ ലിങ്കേജിലാണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം പി ആൻഡ് എ ആർ ലിങ്ക്ഡ് ജീൻസ്. അപ്പൊ ലിങ്കേജിലുള്ള ജീനുകൾ എന്ത് കാണിക്കണമെന്നില്ല, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കണമെന്നില്ല. ഇതാരാണ് മനസ്സിലാക്കിയത്? അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ഒരു എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നൽകിയ സയന്റിസ്റ്റ് ആണ് തോമസ് ഹണ്ട് മോർഗൻ. നിങ്ങൾക്ക് വായിക്കാം. തോമസ് ഹണ്ട് മോർഗൻ worked with fruit fly Drosophila melanogaster to prove chromosomal theory of inheritance. അപ്പം സട്ടണും ബോവറിയും പ്രപ്പോസ് ചെയ്ത ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ഒരു എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ പ്രൂവ് ചെയ്തത് ആരാണ്? TH മോർഗൻ ആണ്. അതിനുവേണ്ടി മോർഗൻ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൽ ഫ്രൂട്ട് ഫ്ലൈസിൽ എക്സ്പെരിമെന്റ് നടത്തി. എന്നിട്ട്
ഇപ്പം നമ്മൾക്ക് കിട്ടിയ പോലെ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി, ലിങ്കേജ് കണ്ടെത്തി. ഇവിടെയാണ് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഉള്ളത്. മെന്റലിന് ഡൈഹൈബ്രിഡ് ക്രോസിൽ 9:3:3:1 റേഷ്യോയും കിട്ടി, റീകോമ്പിനേഷനും കിട്ടി. കാരണം എന്തായിരിക്കും? കാരണം മെന്റലിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വൈ മെന്റൽ ഗോട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? എന്റെ പ്രസക്തമായ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ പറയാം. വൈ മെന്റൽ ഗോട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? എന്തുകൊണ്ട് മെന്റലിന് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടി? ക്വസ്റ്റ്യൻ മാർക്ക്. മെന്റൽ അതിനെക്കുറിച്ച് ബോധേഡല്ല, മെന്റലിന് അറിയാത്ത കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മെന്റലിന് എന്തുകൊണ്ടായിരിക്കും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടാൻ കാരണം? കമോൺ മക്കളൊന്ന് കമന്റ് ചെയ്ത് ആരെങ്കിലും. ചോദ്യം മനസ്സിലായോ? മെന്റലിന് ഡൈഹൈബ്രിഡ് കോഴ്സിൽ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ വെച്ചപ്പം F2-വിൽ 4 ഫിനോടൈപ്പ് കിട്ടുന്നു, 9 ജീനോടൈപ്പ് കിട്ടുന്നു. ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 റേഷ്യോ വരുന്നു. 3:3 റീകോമിനന്റ് ക്യാരക്ടർ കിട്ടുന്നു. എന്റെ ചോദ്യം, വൈ മെന്റൽ ഗോട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? കമോൺ, മെന്റലിന് എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടും? കമോൺ, ക്ലാസ്സിലുള്ളവർക്ക് കമന്റ് ചെയ്യാം. മെന്റലിന് എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടിയത്? നോ ഷഹീൽ ഖാദി, ലിങ്കേജ് അല്ല. ലിങ്കേജ് ഉണ്ടെങ്കിൽ മെന്റൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടില്ല. മെന്റൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് മെന്റലിന് കിട്ടിയിരിക്കാനുള്ള സാധ്യത എന്താണ്? എന്തുകൊണ്ട്? ഓക്കെ, ഹി ഗോട്ട് ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ്. ശരിയാണ്. എന്തുകൊണ്ട് ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് കിട്ടി എന്നാണ് എന്റെ ചോദ്യം. അവാസ് റഹ്മാൻ, എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ടാണ് അതിന് ന്യൂ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ കിട്ടിയത്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെന്റലിന് എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കിട്ടി എന്നാണ് എന്റെ ചോദ്യം. വൈ മെന്റൽ ഗോട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? കാരണം മെന്റൽ സ്റ്റഡി ചെയ്ത ക്യാരക്ടറുകൾ ഡിഫറെന്റ് ക്രോമസോംസിലായിരുന്നു. ആൻസർ, അതിന്റെ ആൻസർ ഇതാണ്. ദ ക്യാരക്ടർ സെലക്ടഡ് ബൈ മെന്റൽ were in different chromosomes. Different chromosomes. Understand? മെന്റൽ ഗാർഡൻ പിയിൽ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ്, ഗാർഡൻ പിയുടെ ക്രോമസോം നമ്പർ ഞാൻ പറഞ്ഞു 7 പേഴ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ 4 ഡിഫറെന്റ് ക്രോമസോംസിലായിരുന്നു ഈ ജീനുകൾ. അതുകൊണ്ടാണ് മെന്റലിന് കിട്ടിയത്. എന്നാൽ മെന്റൽ ചെയ്ത അതേപോലെ ഡ്രോസോഫില മെലാനോഗാസ്റ്റർ വെച്ചിട്ട് തോമസ് ഹണ്ട് മോർഗൻ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചെയ്യുന്നത്. മോർഗൻ മെന്റൽ ചെയ്ത് അതേപോലെ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്നു. എങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് മോർഗൻ ചെയ്തത്? മോർഗൻ മെന്റൽ ചെയ്ത അതേപോലെ ഡ്രോസോഫിലയിൽ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്നു. മോർഗന് 9:3:3:1 റേഷ്യോ കിട്ടിയില്ല. റീകോമ്പിനേഷൻ വളരെ കുറവാണ് കിട്ടിയത്. കാരണം മോർഗൻ സ്റ്റഡി ചെയ്ത ജീനുകൾ സെയിം ക്രോമസോമിലായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഡ്രോസോഫിലയിൽ മോർഗൻ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്രോമസോമിലായിരുന്നു എന്ന്? കമോൺ, ഡ്രോസോഫിലയിൽ മോർഗൻ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്രോമസോമിലായിരുന്നു? കമോൺ, can you tell me? ഡ്രോസോഫിലയിൽ മോർഗൻ സ്റ്റഡി ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്രോമസോമിൽ ആയിരുന്നു? anyone? Can you? ഡ്രോസോഫിലയിൽ മോർഗൻ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്രോമസോമിൽ ആയിരുന്നു? എനിബഡി? വെരി ഗുഡ്, സെക്സ് ക്രോമസോം. ആ സെക്സ് ക്രോമസോം എന്ന് സ്പെസിഫൈ ചെയ്ത മോനെ. ഈ സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി പറയാം. സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ എക്സും വൈയും സെക്സ് ക്രോമസോമാണ്. അതിൽ ഏത് ക്രോമസോമിലായിരുന്നു ഡ്രോസോഫിലയിൽ? അവാസ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ക്രോമസോമിലായിരുന്നു? ദാറ്റ് ഈസ് ഇൻ എക്സ് ക്രോമസോം. ഏതിലായിരുന്നു? എക്സ് ക്രോമസോമിലായിരുന്നു. കാരണം മോർഗൻ സ്റ്റഡി ചെയ്തത് സെക്സ് ലിങ്ക്ഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം, വൈ മോർഗൻ സെലക്ട് ഡ്രോസോഫില ആസ് എ സ്പെസിഫിക്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 83 സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് പോകേണ്ടത്. അവിടെ കാണാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഷഹീൽ ഖാദി പറഞ്ഞിരിക്കുന്ന എക്സ് ക്രോമസോം. അപ്പൊ എന്തുകൊണ്ടാണ് മോർഗൻ ഡ്രോസോഫിലയെ സെലക്ട് ചെയ്തത്? വൈ മോർഗൻ സെലക്ട് ഡ്രോസോഫില ആസ് എ സ്പെസിമെൻ? ദ ആൻസർ ഈസ് they can be grown in simple synthetic nutrient medium
സിമ്പിൾ സിന്തറ്റിക് ന്യൂട്രിയൻ മീഡിയത്തിൽ അതിനെ വളർത്തിയെടുക്കാം. പിന്നെ ഷോർട്ട് ജനറേഷൻ ടൈം ആണ്, ലൈഫ് സ്പാൻ വളരെ ഷോർട്ട് ആണ്. എത്രയാണ്? 2 വീക്സ്. ഒരു 12 to 14 ഡേയ്സ് എന്ന് പറഞ്ഞ 2 വീക്സ് ആണ് ലൈഫ് സ്പാൻ. 2 വീക്സ് ആണ്. ആൻഡ് ബ്രീഡിംഗ് ക്യാൻ ബി ഡൺ ത്രൂ ദ ഇയർ. ഒറ്റ വർഷം തന്നെ ബ്രീഡിംഗ് നടത്താം. hundreds of progenies per mating, several large number of progenies in a single mating produce large number of progenies. പിന്നെയോ easy to distinguish male and female. അപ്പൊ എന്റെ ചോദ്യം എന്താണ്? Why Morgan select Drosophila as a specimen? Number 1, short lifespan ആണ്, about 2 weeks, ഒരു 12 to 14 days ആണ്. Then they can be grown in simple synthetic medium, laboratory നമുക്ക് ഗ്രോ ചെയ്യാൻ എടുക്കാം. And third one, easy to distinguish male and female. നിങ്ങൾക്ക് മെയിലിനെയും ഫീമെയിലിനെയും കാണാം ഇവിടെ. easy to distinguish male and female. Male is smaller than, male small ആണ്, female large ആണ്. And several contrasting characters available and that can be observed under a low power of microscope. ഒരു ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന അനേകം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ്. മക്കളിതാ ഇപ്പോഴാണ് വന്നിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട്. നമ്മളിതാ ഇനിയിപ്പോ കുറച്ച് സമയമുള്ളൂ, നമുക്കിത് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അങ്ങനെ മോർഗൻ ഡ്രോസോഫിലെ സെലക്ട് ചെയ്യാനുള്ള ഈ കാരണങ്ങളാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തൊരു കാര്യമാണ്. മോർഗൻ ഡ്രോസോഫിലയിൽ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രോസോഫിലയുടെ ക്രോമസോം നമ്പർ, ഡ്രോസോഫില മെലാനോഗാസ്റ്ററിന്റെ ക്രോമസോം നമ്പർ, ഡ്രോസോഫിലയുടെ ക്രോമസോം നമ്പർ 2n = 8 ആണ്. അതിൽ 6 ഓട്ടോസോംസ് ആൻഡ് 2 അല്ലോസോംസ് ആണ്. 6 ഓട്ടോസോംസും 2 അല്ലോസോംസ് ആണ്. അല്ലോസോംസ് മീൻസ് സെക്സ് ക്രോമസോം. അല്ലോസോംസ് എന്ന് പറയുമ്പോൾ സെക്സ് ക്രോമസോംസ് ആണ്. അതെങ്ങനെയാണ്? അത് ഫീമെയിലില് XX ആണ്, മെയിലില് XY ആണ്. ഇതെന്തിനാണ് ഞാനിവിടെ സെക്സ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മോർഗൻ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏത് ക്രോമസോമിലാണ്? X ക്രോമസോം. അപ്പൊ ഈ ക്രോസ് പറയുമ്പോൾ നിങ്ങൾ ഏത് മാത്രം ഓർത്താൽ മതി? സെക്സ് ക്രോമസോം മാത്രം നോക്കുക. അപ്പൊ നമ്മൾ മോർഗന്റെ ഫസ്റ്റ് ക്രോസിലേക്ക് പോവുകയാണ്. മോർഗന്റെ ഫസ്റ്റ് ക്രോസിലേക്ക് നമ്മൾ പോവുകയാണ്. ക്രോസ് 1. ഒന്നാമത്തെ ക്രോസിൽ മോർഗൻ ചെയ്യുന്നത് യെല്ലോ ബോഡി വൈറ്റ് ഐഡ് ഫീമെയിൽ ഫ്ലൈയിങ് ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡി റെഡ് ഐഡ് മെയിൽ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്രോസ് ആണ് യെല്ലോ ബോഡി വൈറ്റ് ഐ ഫീമെയിൽ. യെല്ലോ ബോഡി വൈറ്റ് ഐ ഫീമെയിലിനെ ബ്രൗൺ ബോഡി റെഡ് ഐ മെയിൽ. ഈ ബ്രൗൺ ബോഡി റെഡ് ഐ മെയിൽ എന്താണ്? അത് വൈൽഡ് ടൈപ്പ് ആണ്. വൈൽഡ് ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, വൈൽഡ് ടൈപ്പ് എന്നോ പ്ലസ് സൈനോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് കോമൺ ആണ്, ഡോമിനന്റ് ആണ്. അത് ഇത് പല കുട്ടികളും ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് നമ്പർ 84 ഇതാണ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ ക്രോസ് പറയുന്നത്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, ക്രോസ് ആണ്, മോർഗന്റെ ക്രോസ് ആണ് കാണിക്കുന്നത്, ക്രോസ് എ. അപ്പൊ ക്രോസ് എയില് ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത്, വളരെ ശ്രദ്ധിക്കണം, ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത് യെല്ലോ ബോഡി വൈറ്റ് ഐ ഉള്ള ഫീമെയിൽ. ഇത് ഫീമെയിൽ ആണ്. ഓക്കെ, അതിനെ വൈൽഡ് ടൈപ്പ് മെയിൽ. വൈൽഡ് ടൈപ്പ് മെയിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ബ്രൗൺ ബോഡി റെഡ് ഐ, ബ്രൗൺ ബോഡിയും റെഡ് ഐയുമുള്ള മെയിലുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അത് വൈൽഡ് ടൈപ്പ്. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 ക്രോമസോംസ് കൊടുത്തിരിക്കുന്നത്, ഈ ഓറഞ്ച് കളർ 2 X ക്രോമസോം ആണ്. ഫീമെയിൽ ഹാവ് 2 X ക്രോമസോം. ആൻഡ് ഈ കാണുന്നത് ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോം. ഇനി ഇവരെ ക്രോസ് ചെയ്തിട്ട് F1 പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് F1 പ്രൊഡ്യൂസ് ചെയ്യുന്നത്? F1 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതാ കണ്ടേക്കൂ, F1 ഉണ്ടാകുമ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ 2 X ക്രോമസോം സെപ്പറേറ്റ് ഗ്യാമീറ്റിലേക്ക് പോകും. അപ്പൊ F1 ജനറേഷൻ ആണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഇതാ ഈ ഒരു X ക്രോമസോമും ഈ ഒരു X ക്രോമസോമും ഫ്യൂസ് ചെയ്താൽ XX, ഇതാ കാണുന്നില്ലേ, ആ 2 X ക്രോമസോമുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ XX ഒരു ഫീമെയിൽ ഉണ്ടാകും. ഇതാണ് F1 ഫീമെയിൽ. F1 ഫീമെയിൽ ആരായിരിക്കും? അപ്പോ വൈൽഡ് ടൈപ്പ്. വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പം ബ്രൗൺ ബോഡി റെഡ് ഐ ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെ എഴുതും? Y + Y W + W. ഇതാ കാണാം നിങ്ങൾക്ക്, Y + Y W + W. അണ്ടർസ്റ്റാൻഡ്? ആരാടി ഡാഷ് ക്രോമസോം എഴുതിയിരിക്കുന്നത്? അത് വളരെ രസകരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഡാഷ് ഒന്നുമില്ല, നമ്മളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേ. അപ്പം ഒരു F1 ജനറേഷനിൽ ഫീമെയില്
വൈൽഡ് ടൈപ്പ് ഉണ്ടാവും. ഇനി എങ്ങനെയാ മെയിൽ ഉണ്ടാവുന്നത്? ഇതാ കണ്ടോളൂ. മെയിൽ ഫോം ചെയ്യണമെങ്കിൽ ഇതാ നോക്കൂ, ഈ എക്സ് ക്രോമസോം ഈ വൈ ക്രോമസോമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ മെയിൽ ഫോം ചെയ്യും. അപ്പൊ ഇതാ എക്സ് വൈ. മെയിൽ എന്തായിരിക്കും? യെല്ലോ ബോഡി വൈറ്റ് ആയി മെയിൽ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതാ ശരിക്കും നോക്കാം. അപ്പൊ F1 ഉണ്ടായി. F1 ഫീമെയിൽ എല്ലാം ഏതായിരിക്കും? ബ്രൗൺ ബോഡി റെഡ് ആയി വൈൽഡ് ടൈപ്പ് ആയിരിക്കും. മെയിൽ എല്ലാം യെല്ലോ ബോഡി വൈറ്റ് ആയി ഉള്ളതായിരിക്കും മെയിൽ. ഇനി ഇവരെ രണ്ടുപേരെയും ഈ F1 പ്രോജനീസിനെ ക്രോസ് ചെയ്തിട്ട്, F1 ഈ രണ്ട് പ്രോജനീസിനെ ക്രോസ് ചെയ്തിട്ട് F2 ഉണ്ടാക്കും. ഈ F2 മോർഗൻ എന്ത് പ്രതീക്ഷിക്കുന്നത്? റീകോമ്പിനേഷൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ F2 ഒന്ന് നോക്കാം. ആ F2 ഈ ക്രോസിന്റെ F2 ജനറേഷൻ, ആ F2 ജനറേഷനിൽ മോർഗൻ എന്ത് എക്സ്പെക്ട് ചെയ്തു? മോർഗൻ എക്സ്പെക്ട് 9:3:3:1 റേഷ്യോ. പക്ഷെ മോർഗന് കിട്ടിയോ? കിട്ടിയില്ല. നമുക്ക് നോക്കാം. മോർഗന് ഇതിന്റെ F2 റീകോമ്പിനേഷൻ കിട്ടിയത്. റീകോമ്പിനേഷൻ എന്ന് വെച്ചാൽ നോൺ പാരന്റൽ കോമ്പിനേഷൻ. നിങ്ങൾക്കറിയാം ദ റീകോമ്പിനേഷൻ കിട്ടിയത് എത്ര മാത്രമാണ്? ദ റീകോമ്പിനേഷൻ ഓൺലി 1.3%. Only 1.3% recombination. Remaining 98.7% എന്തായിരുന്നു? പാരന്റൽ ക്യാരക്ടർ. 1.3% recombination, 98.7% പാരന്റൽ ക്യാരക്ടർ. ഈ പാരന്റൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് നോക്കാം. റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയായിരിക്കും? ആ റീകോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, യെല്ലോ ബോഡി റെഡ് ആയി വരണം. അതേപോലെ ബ്രൗൺ ബോഡി വൈറ്റ് ആയി വരണം. കുട്ടികളെ, യെല്ലോ ബോഡി റെഡ് ആയി, ബ്രൗൺ ബോഡി വൈറ്റ് ആയി, ഇതാണ് റീകോമ്പിനേഷൻ. ഇത് കിട്ടിയത് 1.3%. ഈ യെല്ലോ ബോഡി റെഡ് ആയി വരണമെങ്കിൽ എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരേണ്ടത്? യെല്ലോ ബോഡി റെഡ് ആയി വരണമെങ്കിൽ YW+ എന്ന കോമ്പിനേഷൻ വരണം. വേണ്ടേ? അതേപോലെ ബ്രൗൺ ബോഡി റെഡ് ആയി വരണമെങ്കിൽ Y+W എന്ന കോമ്പിനേഷൻ വേണം. അത് ശരിക്കും നോക്കിക്കോ. ഇതാണ് റീകോമ്പിനേഷൻ. YW+, യെല്ലോ ബോഡി റെഡ് ആയി, Y+W, ബ്രൗൺ ബോഡി വൈറ്റ് ആയി. അപ്പൊ നോക്കൂ, അത് എവിടുന്നാണ് സംഭവിക്കുന്നത്? ഇതാ നോക്കാം. ഇവിടെ നിങ്ങൾ ഇത് ശരിക്കും കാണണം. YW ഒരു ക്രോമസോമിൽ ലിങ്ക്ഡ് ആണ്, Y+W+ മറ്റേ ക്രോമസോമിലാണ്. അപ്പം YW+ എന്ന കോമ്പിനേഷൻ വരണമെങ്കിൽ ഈ YW നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കും Y+W+ എന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങോട്ടേക്കും പോകണം. വേണ്ടേ? എന്ന് വെച്ചാൽ ഇവിടെ എന്ത് നടക്കണം? ക്രോസിംഗ് ഓവർ നടക്കണമെന്നർത്ഥം. പക്ഷെ ഇവിടെ ക്രോസിംഗ് ഓവറിലെ ചാൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം, ദ ജീൻസ് ആർ വെരി ക്ലോസ്ലി ലിങ്ക്ഡ്. അപ്പം ഇവിടെ റീകോമ്പിനേഷൻ കുറഞ്ഞു. റീകോമ്പിനേഷൻ 1.3% മാത്രം. കാരണം നമുക്ക് പറയാം, ഇവിടെ ക്രോസ് 1 മോർഗന്റെ ക്രോസ് എയിലെ ഒന്നാമത്തെ ക്രോസില് ദ ലോ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ is due to close linkage. എന്താ കാരണം? ക്ലോസ് ലിങ്കേജ്. അപ്പൊ എന്താണ് ലിങ്കേജ്? ലിങ്കേജ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഇൻ എ ക്രോമസോം. പഠിച്ചേ? എന്താ ലിങ്കേജ്? എന്താ ലിങ്കേജ്? ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more genes in a chromosome. Linked genes do not show independent assortment. ക്ലോസ്ലി ലിങ്ക്ഡ് ആയ ജീനുകൾ എന്ത് കാണിക്കില്ല? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കില്ല. കാരണം ലിങ്കേജ് കൂടുമ്പം, ക്ലോസ് ലിങ്കേജ്, ജീനുകൾക്കിടയിലെ ഡിസ്റ്റൻസ് കുറയുമ്പം അവ തമ്മിൽ ക്രോസിംഗ് ഓവറിലെ ചാൻസ് കുറയും. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ റീകോമ്പിനേഷൻ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. റീകോമ്പിനേഷൻ ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. റീകോമ്പിനേഷൻ occur due to independent assortment or crossing over. അപ്പൊ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റോ ക്രോസിംഗ് ഓവറോ നടന്നാൽ മാത്രമേ ലിങ്കേജ് ഉണ്ടാകൂ. അപ്പൊ നമുക്ക് മോർഗന്റെ രണ്ടാമത്തെ ക്രോസിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്രോസ് വളരെ ഈസിയാണ്. മോർഗന്റെ ക്രോസ് 2 മോർഗൻ എന്ത് യൂസ് ചെയ്തു? വൈറ്റ് ആയി മിനിയേച്ചർ വിങ് ഉള്ള ഫീമെയിലിനെ, വെളുത്ത കണ്ണും
ചെറിയ ചിറകുമുള്ള ഫീമെയിലിനെ റെഡ് ഐ ലാർജ് വിങ് ഉള്ള മെയിലുമായിട്ട് വൈൽഡ് ടൈപ്പുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ക്രോസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, വൈറ്റ് ഐ മിനിയേച്ചർ വിങ് ഉള്ള ഫീമെയിലിനെ വൈൽഡ് ടൈപ്പ് എന്ന് വെച്ചാല് റെഡ് ഐയും ലോങ് വിങ്ങുമുള്ള മെയിലുമായിട്ട്. ഇവിടെ നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട, ഇവിടെ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഈ രണ്ട് ജീനുകളും നോക്കിക്കേ, WM ഒരേ എക്സ് ക്രോമസോമിലാണ് കാണുന്നത്. WM-ന്റെ ഡിസ്റ്റൻസും അതേപോലെ ഇപ്പുറത്ത് Y+W അല്ലെങ്കിൽ Yയും Wയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഈ രണ്ട് ചിത്രങ്ങളും നോക്കിയാൽ കാണാം. YW എന്ന് വെച്ചാൽ യെല്ലോ ബോഡി വൈറ്റ് ഐ, ബോഡി കളറും ഐ കളറും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. എന്നാൽ വൈറ്റ് ഐ മിനിയേച്ചർ വിങ്, ഐ കളറും ചിറകിന്റെ സൈസുമുള്ള ജീനുകൾ ലൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ജീനുകൾ ലൂസ് ആയതുകൊണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് വരാം. അവിടെ റീകോമ്പിനേഷൻ എത്ര കിട്ടി? 37.2% റീകോമ്പിനേഷൻ. അപ്പൊ മോർഗന്റെ ക്രോസ് ബിയില് റീകോമ്പിനേഷൻ എത്ര കിട്ടി? 37.2% റീകോമ്പിനേഷൻ. എന്ന് വെച്ചാൽ റീകോമ്പിനേഷന്റെ ചാൻസ് കൂടി. കാരണം റീകോമ്പിനേഷന്റെ ചാൻസ് കൂടാതെ നോക്ക്, ഇവിടെ ഈ W എമ്മിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം, W+ന് അങ്ങോട്ടേക്ക് പോകാം, തിരിച്ച് എമ്മിന് ഇങ്ങോട്ടേക്ക് പോകാം, M+ന് അങ്ങോട്ടേക്ക് പോകാം. ക്രോസിംഗ് ഓവറിന് ചാൻസ് വളരെ കൂടുതലാണ്, ബിക്കോസ് ദ ജീൻസ് ആർ ലൂസ്. അപ്പൊ ലിങ്കേജ് രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? 2 ടൈപ്പ് ഓഫ് ലിങ്കേജ് ഏതൊക്കെയാണ്? കമോൺ, 2 ടൈപ്പ് ഓഫ് ലിങ്കേജ് ഏതൊക്കെയാണ്? ക്ലോസ് ലിങ്കേജ് ആൻഡ് ലൂസ് ലിങ്കേജ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വൈറ്റ് ഐ യെല്ലോ ബോഡി അവിടെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്, അതുകൊണ്ട് 1.3% റീകോമ്പിനേഷനേ ഉള്ളൂ. എന്നാൽ മിനിയേച്ചർ വിങ്ങിന്റെ കേസിൽ 37.2% റീകോമ്പിനേഷൻ കിട്ടി. അതായത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് അല്ലെങ്കിൽ ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ലോ റീകോമ്പിനേഷൻ കാണിക്കും, ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ഹൈ റീകോമ്പിനേഷൻ കാണിക്കും. അപ്പൊ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലായി കാണും നിങ്ങൾക്ക്. അപ്പൊ വാട്ട് ഈസ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഇൻ എ ക്രോമസോം. ലിങ്കേജ് എത്ര ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ലിങ്കേജ് 2 ടൈപ്പ് ആണ്. ക്ലോസ് ലിങ്കേജ് അല്ലെങ്കിൽ ടൈറ്റ് ലിങ്കേജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിങ്കേജ്. ലൂസ് ലിങ്കേജ് രണ്ടാമത്തത്, അവിടെ ജീൻസ് ഡിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ടൈറ്റ് ലിങ്കേജിലെ റീകോമ്പിനേഷൻ കുറയും, എന്ന് വെച്ചാൽ ക്രോസിംഗ് ഓവർ കുറയും. അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് പോകാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ? നമുക്കറിയാം, ലിങ്കേജ് റീകോമ്പിനേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലിങ്കേജ് കൂടിയാൽ റീകോമ്പിനേഷൻ കുറയും, അല്ലേ? കാരണം ക്രോസിംഗ് ഓവർ കുറയും. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിങ്കേജ് ആൻഡ് D? D stands for distance between gene. Distance between gene. Distance between gene-ഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലിങ്കേജും റീകോമ്പിനേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ലിങ്കേജ് കൂടി, ക്ലോസ് ലിങ്കേജ്. ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ ലിങ്കേജ് കുറഞ്ഞു, ലൂസ് ലിങ്കേജ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റീകോമ്പിനേഷൻ ആൻഡ് ഡിസ്റ്റൻസ്? റീകോമ്പിനേഷൻ, ഐ മീൻ ക്രോസ് ഓവർ വാല്യൂവും ഡിസ്റ്റൻസും തമ്മിലുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? എന്ന് വെച്ചാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയാണ് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ മെഷർമെന്റ്. ഇത് ആരാണ് ആദ്യമായിട്ട് പറഞ്ഞത്? കമോൺ, എനിവൺ? നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ പറ, ഹു പ്രപ്പോസ് ദാറ്റ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ? ഞാനൊരു ക്ലൂ തരാം. മോർഗന്റെ സ്റ്റുഡന്റ് ആണ്, വൺ ഓഫ് ദ സ്റ്റുഡന്റ് ഓഫ് മോർഗൻ. ആരാണ്? കമോൺ, എല്ലാവരും ഉറങ്ങിയ മക്കളെ? Recombination and distance between gene is Alfred Stuart Wend. Alfred Stuart Wend ആണ് പറയുന്നത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. അങ്ങനെ അദ്ദേഹം ജീൻ മാപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പ് പ്രപ്പോസ് ചെയ്തു. ലോകത്ത് ആദ്യമായിട്ട് അപ്പം ജീൻ മാപ്പ് പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ചാപ്റ്ററിന്റെ പകുതി ഭാഗത്തോളം എത്തിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചുള്ള ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. നന്നായിട്ട് പഠിക്കുക. ബൈ. സീ യു ദെൻ.